സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല, ക്യാമറയ്ക്ക് പുറകിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെയെല്ലാം നമ്മൾ ഈ സെഗ്മെന്റിലൂടെ പരിചയപ്പെട്ടു വരികയാണ്. ഇന്ന് നമുക്കരികിലുള്ളത് ഒരു ദശാബ്ദത്തിലേറെയായി മലയാള സിനിമയിൽ കലാസംവിധാന രംഗത്ത് തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ജയൻ ക്രയോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വാഗതം ജയൻ. താങ്ക് യു. ഏതൊരു കലാകാരനെ സംബന്ധിച്ചും ആളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റായ ഒരു സിനിമയിലൂടെയാണ് താങ്കൾ ഈ മേഖലയിലേക്ക് വലതുകാൽ വയ്ക്കുന്നത്. ഭാവ എന്ന് പറഞ്ഞ ആ സമയത്ത് വലിയ തിരക്കുകളുണ്ടായിരുന്ന ഒരു കലാസംവിധായകൻ, വിനയൻ എന്ന് പറഞ്ഞ തുടർച്ചയായി ഹിറ്റുകൾ ഒരുക്കുന്ന ഒരു സംവിധായകൻ, അത്യാവശ്യം വലിയൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അതിലൂടെയായിരുന്നു തുടക്കം. അപ്പോൾ സിനിമയിലെ ചലച്ചിത്ര കലാ സംവിധാനം എന്ന മേഖലയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ശ്രദ്ധ തിരിയുന്നത്? സിനിമ എന്ന സ്വപ്നമായിരുന്നു അതിലേക്ക് താങ്കളെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ച് എന്തായാലും അയാൾ സിനിമ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ നമ്മൾ സിനിമയിലെത്തുക എന്ന് പറഞ്ഞാൽ, എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതെ. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ ആർട്ട് ഡയറക്ഷൻ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സ് ഒന്നും അങ്ങനെ മീൻസ് കഴിവുകൊണ്ടല്ല, ടോട്ടലി ആർട്ട് ഡയറക്ടേഴ്സ് കുറവാണ് ആ ഒരു കാലഘട്ടം. പിന്നെ അന്ന് ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടർ മേഖലകളോ അല്ലെങ്കിൽ ഡിസൈനിങ് അങ്ങനെയുള്ളൊരു പരിപാടികളൊന്നുമില്ല. കമ്പ്യൂട്ടറിനെ വന്നിട്ടുണ്ടോയെന്ന് അപൂർവമാണ്, ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത്രയും ഈസിയല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പലരുടെ അടുത്തും അന്ന് ഏറ്റവും കൂടുതൽ ഷൂട്ട് നടന്നിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഒറ്റപ്പാലം, ഗുരുവായൂർ, അങ്ങനെ ബേസ് ചെയ്തിട്ട് കുറേ പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എത്രയും എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ചിന്തകളുണ്ടായിരുന്നു. ഓരോ ആർട്ട് ഡയറക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ അന്ന് ഫോണൊന്നുമില്ല നമ്മുടെ കയ്യിൽ. എനിക്കൊന്ന് പേജറൊക്കെ ഇറങ്ങിയ ആ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ലാൻഡ് ഫോണാണ് അതിനുള്ളൊരു മാർഗ്ഗം. ഈ ഓരോ ആർട്ട് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക്. വീട് ചാവക്കാടല്ലേ? അതെ, ചാവക്കാട്. അപ്പോൾ എനിക്ക് ഫോൺ വഴി കണക്ട് ചെയ്യണ പോലും നമ്പറുകളൊന്നും കിട്ടാൻ ഒത്തിരി പ്രയാസങ്ങളായിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ വീക്കിലികൾ, നാന അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൽ എന്നൊക്കെ തപ്പിപ്പിടിച്ചിട്ടാണ് നമ്മൾ കോണ്ടാക്ട്സൊക്കെ തപ്പുക. അപ്പോൾ അന്ന് ബോബേട്ടൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ആർട്ട് ഡയറക്ടറാണ്. നരസിംഹം പോലുള്ള വലിയ സിനിമകളെല്ലാം ചെയ്തിട്ടുള്ള ആർട്ട് ഡയറക്ടർ ബോബേട്ടന് നമ്പറാണ് എൻ്റെ കയ്യിലാകുള്ളത്. അപ്പോൾ പുള്ളിനെ ഇടയ്ക്ക് വിളിക്കുമ്പോഴാണ് കിട്ടുക, കാരണം പുള്ളി എപ്പോഴും വർക്കിലായിരിക്കും. പിന്നെ പുള്ളിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ ചിലപ്പോൾ പുള്ളിയുടെ വൈഫോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലുമൊക്കെ എടുക്കുക. അപ്പോൾ പുള്ളി ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടുന്നു, പുള്ളിയായിട്ട് കണക്ട് ചെയ്യുന്നു. പുള്ളി പറഞ്ഞൊരു ദിവസം, തിരുവനന്തപുരത്താണ് ശരിക്കും പുള്ളിയുടെ സ്ഥലം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണാൻ പോകാനുള്ളൊരു, അന്ന് എന്തോ കാരണത്താൽ നടന്നില്ല. പിന്നീട് എൻ്റെ നാട്ടിൽ ഒരു പടം വരുന്നത് ഡാർലിംഗ് എന്ന് പറഞ്ഞൊരു പടമാണ്, സാറിൻ്റെ പടം. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള പുള്ളി, ആ ആർട്ട് ഡയറക്ടറെ ഞാൻ കാണാൻ പോകുന്നു. അപ്പോഴാണ് പുള്ളിയുടെ കയ്യിൽ ഞാൻ ആദ്യമായിട്ടൊരു മൊബൈൽ കാണുന്നത്. അത് നമ്മൾ തമാശ രൂപയാണ് പറയുകയാണെങ്കിൽ ഒരു മടൽ പോലത്തെ ഫോൺ എന്നൊക്കെ പറയുമല്ലോ, ഒരു അപ്പോൾ ആൽക്കാട്ടലിൻ്റെ വലിയൊരു ഫോൺ റിസീവറൊക്കെ. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് പുള്ളി നമ്പർ തന്നു എനിക്ക്. പക്ഷെ പിന്നെയും പുള്ളിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ അന്വേഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് വീണ്ടും ഗുരുവായൂർ സിനിമ വരുന്നത്, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്നുള്ള സിനിമ. അപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പറയാറുണ്ടല്ലോ. നമ്മൾ എന്തന്വേഷിച്ചാലും അല്ലെങ്കിൽ നമ്മളത് കുറേ അന്വേഷണങ്ങളുടെ ഫലമായിട്ട് നമ്മളിപ്പോൾ വൈലോടെ ഇത് എടുത്ത് പറയണ പോലും നമ്മൾ അത്തരത്തിലുള്ള അന്വേഷണം തീർച്ചയായിട്ടും നമ്മളവിടെ എത്തിക്കും. അത് ഒരിക്കലും നമ്മുടെ ലൈഫിൽ അങ്ങനെ പല മാറ്റങ്ങളും നമുക്കുണ്ടാകണമെന്ന് അങ്ങനെയാണ്. കാരണം നമ്മളെന്താണോ നമ്മൾ തേടി പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവിടേക്ക് എത്താനുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മളവിടെ എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു ദിവസം ഇതേപോലെ ഒരു ഡിസംബർ ടൈമാണ്, ഒരു ഏകാദശി സമയത്ത് ഞാൻ ഗുരുവായൂർ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീടുണ്ട് അവിടെ. അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല പോർട്രേറ്റ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ദേവേട്ടൻ എന്ന് പറയും. അപ്പോൾ ദേവേട്ടൻ്റെ വീടിൻ്റെ അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ജീപ്പ് കൊണ്ട് നിർത്തി. അപ്പോൾ സിനിമയ്ക്ക് എപ്പോഴും ആർട്ടിനൊരു ജീപ്പ് ഉണ്ടായിരിക്കും, അത് സ്ഥിരം ഒരു കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ അത് കാലഘട്ടം വെച്ച് മാറിയിട്ടുണ്ട്, ഇന്നോവയിലൊക്കെ. പക്ഷേ അന്ന് ഒരു ജീപ്പുണ്ട്. അപ്പോൾ ഒരു ജീപ്പ് എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു. അതിൽ നിന്നൊരു പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടെ അക്രിലിക് കളർ കിട്ടുകയെന്ന് ചോദിച്ചു. പുള്ളിക്ക് പടം, എനിക്ക് ആ ലുക്കിൽ നമുക്കറിയാം സിനിമയുടെ ഒരു വണ്ടിയാണ്. അപ്പോൾ സംസാരത്തിലും പുള്ളി ഒരു നമ്മുടെ ഈ നാട്ടുകാരനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പരിപാടി, ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തു, എൻ്റെ സ്ഥലത്ത് കിട്ടും. പുള്ളി പറഞ്ഞു ഞങ്ങളിവിടെ ഷൂട്ടിന് വന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്ത പടം. അപ്പോൾ പറഞ്ഞു അത് പടത്തിന് പേരിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആർട്ട് ഡയറക്ടർ ആരാ, ഞാൻ ഡയറക്ടർ എന്നല്ല. ആദ്യം ഞാൻ ചോദിച്ചാൽ ആരാ ആർട്ട് ഡയറക്ടർ എന്നാണ്. അപ്പോൾ പറഞ്ഞു എം ബാവ എന്ന് പറഞ്ഞു. ഓക്കെ, ആ സാറിന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു
കാണാമല്ലോ, എന്താ അല്ല ഞാനൊരു അവസരം ചോദിക്കും. പുള്ളി പറഞ്ഞു അത് തൊട്ടടുത്ത് ഇന്ന ഹോട്ടലിൽ പുള്ളിയുണ്ട്, അവിടെ പോയാൽ കാണാൻ പറ്റുന്നു. അപ്പം അന്ന് എൻ്റെ കയ്യിൽ ചെറിയൊരു വണ്ടിയുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എടുത്ത് അവിടെ പോയി. അവിടെ അന്വേഷിച്ചപ്പോൾ ബാവക്ക അവിടെ ഉണ്ടെന്ന്. ബാവക്ക ആദ്യം എന്നെ കണ്ടപ്പോൾ ചോദിച്ചത് വരയ്ക്കാൻ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ടൊന്നും വരയ്ക്കാൻ അറിയില്ല, എന്നാൽ അത്യാവശ്യം വരയ്ക്കും. ബോർഡ് എഴുതാൻ അറിയാം. അത്യാവശ്യം ബോർഡ് എഴുത്തും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അന്ന് എനിക്കൊരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് അതിൽ നമ്മുടെ സ്വന്തം വർക്കിൽ നമ്മൾ ഇത്തിരി ഉഴപ്പാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഇതല്ല, എപ്പോഴും സിനിമയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ അന്വേഷണങ്ങളിലാണ്. അങ്ങനെയാണിത് സത്യത്തിൽ നമ്മൾ ആർമാർ പറയുന്ന പോലെ നമ്മൾ തേടിയ വെള്ളി കാൽ ചുറ്റി എന്നൊക്കെ പറയില്ല. അതേപോലെ ഉള്ളിനെ കാണുന്നു, നേരെ ബാവക്ക പറയുന്നു അന്ന് ശരി എന്ന് പറയുന്നു, ജോയിൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അത് വിചാരിച്ചാൽ ആഡാഷൻ ഈസി ആകണമെന്നല്ല, മീൻസ് നമുക്ക് ഇത്രയും കൂടെ ഈസിയാണ്. കാരണം എ ടു സെഡ് നമുക്ക് എന്ത് ഇപ്പോൾ നമ്മൾ പിൻട്രസ്റ്റ് ആയാലും അല്ലെങ്കിൽ എ ടു സെഡ് ഏത് വേണമെങ്കിലും നമുക്ക് അയൽ പോലും നമുക്ക് അങ്ങനെ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളൊരു തോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ ഈസിയാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് നമ്മൾ മാഗസിൻസാണ് തപ്പുക, അല്ലെങ്കിൽ പഴയ കലണ്ടറുകൾ. ഞാനൊക്കെ ഒരുപാട് കലണ്ടറുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ കലണ്ടറുകൾ, പഴയ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ബുക്സുകൾ. പിന്നെ എൻ്റെ നാട്ടിൽ ചൗക്കാട് അറിയാമല്ലോ, അപ്പോൾ ഗൾഫുകാരൊക്കെ കൂടുതലുള്ള ഏരിയ. അപ്പോൾ ഇവർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈ ഫ്ലൈറ്റിൽ ഒരു ബുക്ക് കൊടുക്കും. അത് പല കമ്പനികളുടെ ബുക്കുകളായിരിക്കും. ഇതെല്ലാം ഈ അടുത്തുള്ള സുഹൃത്തുക്കളോ അവരെ മാമാരോ വലിച്ചന്മാരോ ഇങ്ങനെ കൊണ്ടുവരുന്ന ബുക്കുകളൊക്കെ. ഈ ബുക്കിലെല്ലാം ഭയങ്കര ഡിസൈൻ, ഇപ്പോൾ ഐക്യ എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ ഒരു. ഇപ്പോൾ ഇവരുടെ ബുക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കളർ പാലറ്റ് ആയാലും അല്ലെങ്കിൽ അതിലിരിക്കുന്ന പ്രോപ്സ് ആയാലും അതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു റൂം സെറ്റ് ചെയ്യണമെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു റെഫറൻസ് പിടിച്ചിരുന്നത്. അപ്പോൾ ആ റെഫറൻസിൽ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന രവിവർമ്മ പെയിൻറ്റിങ്സ് പോലത്തെ കുറച്ച് കലണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് ടെക്സ്റ്റൈൽസിൻ്റെ കലണ്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ബാവൊക്കെ ചോദിച്ചൊരു ചോദ്യം വെച്ചാൽ നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടാൻ വഴിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ റെഡി. കാരണം എന്നെ സംബന്ധിച്ച് എങ്ങനെയായാലും ഇതിൽ കയറി പറ്റണം. അപ്പോൾ മിസ്സാക്കില്ല. അപ്പോൾ ഞാൻ റെഡി എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കളക്ഷൻസ് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാർ 2-3 പേര് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഉണ്ണി ആർട്സ് എന്ന് പറയും, ചാവക്കാട് ഫേമസ് ആണ്. അപ്പോൾ ഇവരുടെ അടുത്തുണ്ടായിരുന്ന കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലൊക്കെ ഞാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുകൊണ്ട് ഇത് ഓക്കെയാണ്. അപ്പോൾ ഹോർഡിങ്സ് ഇതിൽ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. ജെസിയുടെ ക്യാരക്ടർ ഒരു വലിയ ആർട്ടിസ്റ്റാണ്, കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ്. പുള്ളി പടം വരയ്ക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് അവിടെ കൊടുക്കേണ്ട കുറേ റെഫറൻസും സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിൽ നമ്മൾ ഉണ്ടായത് ആദ്യമായിട്ട്. ഈ ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, അതിൽ നമ്മൾ സിനിമയുടെ ഒരു ലോകത്ത്, സിനിമയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുന്നു. അവിടെ ഉള്ള പരിപാടികൾ കണ്ടുപിടിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഫ്രെയിമിനകത്ത് എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങളാണ് ഒരു കലാസംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ കലാഹൃദയമുള്ള നന്നായി വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, നന്നായിട്ട് മോഡലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, കലാഹൃദയമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ത്രിമാന ദൃശ്യമായിരിക്കില്ല സിനിമയ്ക്ക് വേണ്ടത്. സിനിമയ്ക്ക് വേണ്ടത് ആ ഫ്രെയിമിനകത്ത് എങ്ങനെയുണ്ട്, എത്രത്തോളം അതിനകത്ത് നമുക്ക് വിന്യാസം സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു വ്യത്യാസമാണ് ഒരു കലാസംവിധായകൻ പഠിക്കുന്ന ആദ്യ പാഠങ്ങളിലൊന്ന്. അതിനുള്ളൊരു പാഠശാല എന്നുള്ള രീതിയിൽ ഈ സിനിമ നമുക്ക് എത്രത്തോളം ഉപകരിച്ചു? തീർച്ചയായിട്ടും നമ്മളാദ്യം സത്യത്തിൽ സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് എന്താണ് ഒരു ആർട്ട് ഡയറക്ഷൻ എന്ന് പോലും കൃത്യമായിട്ട് നമുക്കറിയണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പുറത്ത് അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് പറയുമ്പോൾ, നമ്മൾ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു യുഗത്തിൽ പോലും നമ്മളോട് പലരും ചോദിക്കുന്നത് അത് നിങ്ങൾ തെർമോക്കൂളിലാണോ വെച്ചത്, അല്ലെങ്കിൽ അതൊരു കുറ്റമായിട്ടല്ല, മീൻസ് അത്തരത്തിൽ പോലും ആർട്ട് ഡയറക്ഷനെ അതിൻ്റെ ഡീറ്റെയിൽ അറിയാത്തൊരു ഇത്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു സെറ്റ് ചെയ്യുമ്പോൾ ആ സെറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കളർ പാലറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കണം അവിടുത്തെ ലൈറ്റ് പാലറ്റ്, ലൈറ്റിൻ്റെ ടോൺ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും സൈഡ് നമ്മൾ ആ ഫസ്റ്റ് സിനിമയിൽ അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ഒഴുക്കിനെ അങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോകാമെന്നല്ലാതെ നമുക്കതിൽ അങ്ങനെ പോയി നമുക്ക് പിന്നീടാണ് ഇന്നതാണ് ഫ്രെയിം, ഇന്നതാണ് സാധനം എന്ന് പഠിക്കുന്ന സത്യത്തിൽ ആ ഒരു സിനിമയിൽ തന്നെയാണ്. കാരണം
മുഴുവനായിട്ട് പഠിച്ചെന്നല്ല, മീൻസ് അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു സിനിമ. ആദ്യത്തെ സിനിമ ഇപ്പോൾ ബാവ എന്ന് പറഞ്ഞ കമേഴ്ഷ്യൽ ചലച്ചിത്ര കലാസംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. പിന്നീട് 2-3 സിനിമകൾ ഇതുപോലെ പലരുടെയും കീഴിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് സാബു സിറിൽ എന്ന് പറഞ്ഞ വലിയൊരു മഹാപ്രതിഭയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം. ഏത് സിനിമയിലായിരുന്നു അത്? അത് അങ്ങനെ പറഞ്ഞാൽ അതൊരു വലിയൊരു കഥയാണ്. കാരണം സിനിമ ഇടയ്ക്ക് എനിക്ക് നിർത്തേണ്ട ഒരു അവസരം വന്നു. കാരണം നിർത്തുന്നത് പറഞ്ഞാൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു സിനിമയ്ക്ക് മുന്നിൽ പോകുമ്പോൾ ഇന്നത്തെ പോലല്ല. അന്ന് ഇതൊരു സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതൊരു പാഷനാണ്. സത്യത്തിൽ ഇതിൽ നഷ്ടം ലാഭം എന്നുള്ളതിനേക്കാളപ്പുറം നമുക്കിതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അതെ, ആ ഒരു ശ്വാസത്തിൽ ആ ഒരു പാഷന്റെ പുറകെ നമ്മൾ അലയേണ്ടി വരും. അതെ, നമുക്ക് എത്ര റവന്യൂ തിരിച്ചു കിട്ടും എന്നുള്ളതൊന്നും നമുക്ക് മൈൻഡ് ഇല്ല, ചെയ്യാൻ ആ പറ്റില്ല. ചിന്തകളില്ല. പക്ഷെ അത് നേരെ തിരിച്ച് വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അതെ അതെ, കാരണം നമുക്കില്ലെങ്കിലും കാരണം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അവർ ഇത് നോക്കി കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വീട്ടുകാർ കാണുന്നുണ്ട്. അപ്പം എന്നെ ഒരു പ്രായത്തിൽ എൻ്റെ ഒരു അളിയൻ ഗൾഫിലായിരുന്നു. പുള്ളി എന്നെ ഒരു വിസിറ്റ് എടുത്തു. പെട്ടെന്ന് വിസിറ്റ് വരുന്നു, നമ്മൾ കയറി പോവുകയുണ്ടായത്. കാരണം ഞാൻ ബാവക്കാടെ കൂടെ വർക്ക് ചെയ്ത് പിന്നെ ഒരു 3 വർഷം, ഏകദേശം ഒരു 3 പടങ്ങളാണ് പുള്ളിയുടെ കൂടെ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ പടങ്ങളായിരുന്നു? അത് ഊമപ്പെണ്ണ ഉരിയാട പയ്യൻ, സദാനന്ദൻ്റെ സമയം, പിന്നെ കുറച്ച് പാച്ചായിട്ട് മാത്രം നമ്മളൊരു കാട്ടുചെമ്പകം എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് എനിക്ക് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല എന്ന് പറയാൻ കാരണം അന്ന് അതായത് ലൈനപ്പാണ്. കാരണം ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് പകരം വേറെ ആൾ എന്നുള്ള രീതിയിൽ ഇന്നത്തെ പോലെ അവസരങ്ങൾ കുറവാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ആൾക്കാരിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അടുത്ത പടം എനിക്ക് കിട്ടുന്നത് പിന്നെ ഗിരീഷ് മേനോ എന്ന് പറഞ്ഞ ആളുടെ കൂടെ, ഗിരീഷ് ഏട്ടൻ്റെ കൂടെ. അപ്പോൾ ഗിരീഷ് ഏട്ടൻ്റെ കൂടെ അതും കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഗുരുവായൂരാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ വാമനപുരം ബസ്. അങ്ങനെ ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ പുള്ളിയുടെ കൂടെ ബാക്ക് ടു പടം ഉണ്ടായിരുന്നു. പക്ഷേ ഭരച്ചൻ്റെ IPS എന്നുള്ള പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിസ വരുന്നതും ഞാൻ തിരിച്ച് ഞാൻ ഗൾഫിൽ പോകുന്നു. ഗൾഫിലെവിടെയായിരുന്നു? ഗൾഫിൽ അബുദാബിയിലായിരുന്നു. അബുദാബിയിലെ ഡിജിറ്റൽ ഡിസൈനർ. ഞാൻ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞാൻ സ്വന്തമായിട്ട് അവിടെ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴെനിക്ക് എനിക്ക് തോന്നിയത് അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ തന്നെയാണ്, അപ്പോഴും നമ്മുടെ ലക്ഷ്യം സിനിമ തന്നെയാണ്. അപ്പോൾ അവിടെ ഇവിടുത്തെ ക്രൂ അവിടെ എത്തുന്നു. ഇവിടുത്തെ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മളെ സിനിമയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ സുരേഷ് കൊല്ലം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഡയറക്ടറായിരുന്നു. അവിടെ ആർട്ട് ഡയറക്ടർ, പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സാറായിരുന്നു. അപ്പോൾ 2 കാറ്റഗറി ഉണ്ട് ഇപ്പോഴും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കാറ്റഗറി മീൻസ് പ്രൊഡക്ഷൻ എന്താണോ പ്രൊഡക്ഷൻ ഡിസൈൻ, എന്താണോ ആർട്ട് ഡയറക്ഷൻ എന്നുള്ള 2 ഇതുണ്ടല്ലോ. ഒരു എന്താ പറയുക, ഇപ്പോഴും മലയാള സിനിമയിൽ ഇപ്പോഴാണത്, ഈ അടുത്ത കാലത്താണത് സജീവമായത്, അങ്ങനെ ഒരു ലേബിൾ. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് പിന്നെ. അപ്പോൾ ഈ സംഭവം ഞാൻ അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത് തിരിച്ച് പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും കട പൂട്ടേണ്ട ഒരു അവസ്ഥ വരുന്നു. തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഇതാണ് അവിടെ ഉണ്ടായൊരു സംഭവം. അപ്പോൾ നമ്മളങ്ങനെ ഈ ഭരചന്ദ്രൻ IPS എന്നുള്ള സിനിമയുടെ ഇടയിൽ നമുക്ക് ഗൾഫിലേക്കുള്ള ഒരു വിസ വരുന്നു. അപ്പോൾ ഗൾഫിൽ വെച്ചിട്ടായിരുന്നു സാബു സിറിലായിട്ടുള്ള സിനിമ സംഭവിക്കുന്നത്? അതെ അതെ അതെ. അതെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു ഷോപ്പ്, അതായത് മന്ത്ലി റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഡിസൈനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡിസൈൻ പരിപാടിയുടെ ഇടയിലാണ് നമ്മൾ ഈ വർക്ക് വരുന്നത്, ഇങ്ങനൊരു അസിസ്റ്റ് ചെയ്യാനുള്ളൊരു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അറബിയും ഒട്ടവും മാധവൻ നായർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സാബു സിറിൽ, പ്രിയദർശൻ, മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ സ്വപ്നമാണ്. അവരെ കൂടെ വർക്ക് ചെയ്യുക, ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള സാമ്പത്തികം അല്ല അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ വീണ്ടും കട പൂട്ടുന്നു, തിരിച്ച് വീണ്ടും ഇവരുടെ കൂടെ കൂടുന്നു. അത് ഏകദേശം ഒരു 30 days ഡെസേർട്ട് തന്നെയായിരുന്നു. നമ്മൾ നല്ല കാറ്റും, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൂഡ് അറിയുള്ളൂ. നല്ല വെയിലും അത്യാവശ്യം പൊടിക്കാറ്റും ഒക്കെ അടിച്ചിട്ടുള്ള ദിവസങ്ങളാണ്, ഒരു 30 ദിവസത്തോളം. അപ്പോൾ അവിടെ ആ ക്രൂവിൻ്റെ കൂടെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേനും ഇവിടെ എൻ്റെ റെൻറ്റ് ഇഷ്യൂ പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ നമുക്കത് സംഭവം ഒരു മാസമാണെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് നാട്ടിൽ വന്ന് തിരിച്ച് ചെന്ന സമയത്തായിരുന്നു നമുക്ക് ആ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഞാനത് ഒഴിവാക്കിയാലും വർക്ക് ചെയ്തു. തിരിച്ച് വരുമ്പോഴത്തേനും ഇവിടെ നമ്മുടെ സ്പോൺസറായിട്ടൊരു പ്രശ്നമാകുന്നു. കാരണം റെൻ്റൊക്കെ മുടങ്ങി പ്രശ്നങ്ങളായി. ഞാനൊന്നുമില്ല, ഓക്കെ ബൈ പറഞ്ഞു, ഗൾഫിനോട് ബൈ പറഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. വീണ്ടും നമ്മളിവിടെ വേറൊരു ആർട്ട് ഡയറക്ടർ കൂടെ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഒരു 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റായി പിന്നെ അടുത്ത വർക്കുകളിൽ വരുന്നു.
ഈ നാട്ടിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് എടുക്കുന്നു, പക്ഷെ വീണ്ടും നമ്മളെ സംബന്ധിച്ച് സിനിമ ശ്വസിക്കാതെ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ഒരു സിനിമ ഗൾഫിൽ സംഭവിക്കുന്നൊരു സിനിമയിൽ തന്നെ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സാബു സിറിൽ പ്രിയദർശൻ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അറബിയും ഒട്ടകവും കഴിഞ്ഞ് നാട്ടിലെത്തി പിന്നീട് ജോയിൻ ചെയ്യണ സിനിമ ഏതായിരുന്നു? എന്ന് നിൻ്റെ മൊയ്തി എന്നുള്ള സിനിമയായിരുന്നു. കാരണം നമുക്കിവിടെ പഴയ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കാരണം അതിൻ്റെ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായ രാജീവ് കോലകം എന്നിട്ട് ആർട്ട് ഡയറക്ടർ പൊലാശ ദൃശ്യം എന്നുള്ള സിനിമയ്ക്ക് ചെയ്ത രാജീവായിരുന്നോ ഈ മൊയ്തീൻ്റെ ആർട്ട് ഡയറക്ടർ? അല്ല, മൊയ്തീൻ്റെ ആർട്ട് ഡയറക്ടർ സാബുറാമായിരുന്നു. സാബുറാം, ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ഇതിൽ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അതിനുശേഷം 1-2 സിനിമ കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ സുഹൃത്തായ ബിജിലാൽ അവൻ്റെ കൂടെ രക്തസാക്ഷ്യം എന്നുള്ള സിനിമ, അതിലാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് തൊട്ടപ്പ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷാനവാസ് എംബാവുകുട്ടി എന്നെ വിളിക്കുന്നതും. അവിടെ ആ വർക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അതേ ടീം തന്നെയായിരുന്നു അടുത്ത ഇഷ്ക് എന്നുള്ള ടീം വർക്ക്. പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റി. ഈ രക്തസാക്ഷ്യത്തിലേക്ക് വരുമ്പോൾ ബിജുലാൽ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹമാണ് താങ്കളുടെ നമ്പറൊക്കെ തരുന്നത്. അപ്പോൾ രക്തസാക്ഷി എന്നുള്ള സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരീക്ഷണ സിനിമയായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ പടം കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കലാസംവിധായകന് കുറച്ച് വർക്ക് ഉണ്ടാവുന്നത് പീരിയഡ് സിനിമകൾ എടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു മെട്രോ ഒരു യൂത്തിൻ്റെ സബ്ജക്റ്റ് പറയുന്നൊരു സിനിമയാണെങ്കിൽ അത് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്, അതിനെ വളരെ ലളിതമായിട്ട് കാണുന്നൊരു മനോഭാവമുണ്ട്. രക്തസാക്ഷ്യം എന്ന സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമയുടെ സബ്ജക്റ്റ് ഒരുപാട് പുതുമയുള്ളതാണ്, എന്നാൽ അതൊരു പീരീഡ് സിനിമയല്ല. അങ്ങനെ അതേസമയം തന്നെ അത് പറയുന്ന കഥാപരിസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതപ്പുഴയുടെ ഭാഗത്ത് താങ്കളെ സംബന്ധിച്ച് കുറച്ചും കൂടി അവിടുത്തെ ഒരു അന്തരീക്ഷവും അവിടെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു, ഇപ്പോൾ പ്രോപ്പർട്ടി വരുന്നു, അതൊക്കെ താങ്കൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പുതുമ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ സബ്ജക്റ്റുമായിട്ട് എത്രത്തോളം മിസ്മാച്ച് ആവാതെ ഇതിലെ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ എന്നുള്ളിടത്താണ് ഒരു ആർട്ട് ഡയറക്ടറെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. രക്തസാക്ഷ്യം എന്ന സിനിമയിലേക്ക് ബിജുലാൽ വിളിക്കുന്നതും അതിൻ്റെ ഭാഗമാവുന്നതും അതിൻ്റെ ഇനിയിപ്പോൾ അതിൻ്റെ ബഡ്ജറ്റാണെങ്കിലും നമുക്ക് ഊഹിക്കാം, ഒരു വലിയ ബാനറോ അല്ലെങ്കിൽ ഒരു വമ്പൻ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ പരിപാടികളല്ല. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റാണെങ്കിലും ഒരു പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും മനോഹരമായ വിഷ്വൽസ് എങ്ങനെ ഒരുക്കാമെന്നുള്ള ഒരു സാഹസികമായിട്ടുള്ളൊരു കാര്യം കൂടി അതിൻ്റെ പുറകിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു നിശ്ചിത ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ ഔട്ട് നമ്മൾ കൊടുക്കുന്നതിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നൽകാൻ പറ്റുന്നിടത്താണ് ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു ആ കലാകാരൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആ സിനിമയെ പറ്റിയുള്ള ഓർമ്മകൾ? ആ സിനിമകളെ സംബന്ധിച്ച് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. റിസ്ക് എന്ന് പറയാൻ കാരണം സത്യം പറഞ്ഞാൽ 0 ബഡ്ജറ്റായിരുന്നു. കാരണം അതൊരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാണ്. കാരണം എനിക്ക് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. കാരണം നമ്മളൊന്നും നോ പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. കാരണം ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംവിധായകൻ്റെ സ്വപ്നമാണ്. ഒരു സംവിധായകൻ എന്നതിലുപരി അയാൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ക്രിപ്റ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റിനൊരു ചെറിയൊരു പ്രൊഡ്യൂസറായാലും ഇപ്പോൾ ഒരു 5000 രൂപയായിട്ടൊരു പ്രൊഡ്യൂസർ വരുമ്പോൾ പോലും അയാൾ ഹാപ്പിയാവും. കാരണം സബ്ജക്റ്റ് നടക്കും, പ്രൊജക്റ്റ് നടക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് അതിൽ ഇന്നാവുക എന്ന് പറയുമ്പോൾ ഇന്നായി കഴിഞ്ഞിട്ട് അതിൻ്റെ ബഡ്ജറ്റ് ഇഷ്യൂ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ നന്നാക്കുക എന്നുള്ള സാധനമുണ്ട്. കോംപ്രമൈസ് അല്ല, എങ്ങനെ നന്നാക്കുക എന്നുള്ള സാധനം. അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഓരോ ഏരിയയും ഇപ്പോൾ നമ്മളതിൽ പറയുന്ന ഒരു പള്ളിയുണ്ട്, ക്ലൈമാക്സിലെ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സത്യത്തിൽ എന്താ, കാരണം പടം കണ്ടോയെന്ന് എനിക്കറിയില്ല. ക്ലൈമാക്സിൽ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയുടെ ബാക്ക് ഡ്രോപ്പിലാണ് അതിൻ്റെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അതിലവിടെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് അങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറ്റില്ല. നമ്മളതൊരു സ്കൂളിൻ്റെ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ നമ്മളൊരു ജസ്റ്റ് ഒരു കട്ട് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലാക്ക് ഔട്ടിലാണ്. കാരണം അത് ഒരു കോംപ്രമൈസ് തന്നെ പറയാം. പക്ഷേ വിഷ്വലി അത് കാണുമ്പോൾ അറിയില്ല. അവിടെ നമ്മളൊരു കുരിശടിയൊക്കെ ഉണ്ടാക്കുന്നു, കുരിശടിയിലാണ് നായകനെ കെട്ടിയിടുന്നതും അതിന് ബാക്ക് ഡ്രോപ്പിൽ ഒരു പള്ളി ബാക്ക് ഡ്രോപ്പ് വേണം.
അപ്പോൾ അതെല്ലാം നമ്മൾ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്തത്. സത്യത്തിൽ സീറോ ബാലൻസ് എന്ന് തന്നെ പറയാം. അതിൻ്റെ പ്രൊഡ്യൂസറടക്കം കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അതുപോലെ പല ഏരിയകളും അത് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലിംഗ് പറയാനുണ്ട്. കാരണം അതിൻ്റെ എല്ലാ ഏരിയ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു ടീം വർക്ക്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊന്നുമില്ല, വെറും 2-3 പേരായിരുന്നു നമ്മുടെ കൂടെ ആർട്ടിസ്റ്റിൻ്റെ ആയിട്ടുണ്ടായിരുന്നത്. കാരണം ആർട്ട് അസോസിയേറ്റും ആർട്ട് അസിസ്റ്റൻറ്റും എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമ സംഭവിച്ചത്. അതിൽ ഈ പറഞ്ഞ പോലെ എക്സിക്യൂഷനാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി. നമുക്ക് സ്വപ്നം കാണാൻ പറ്റും, പേപ്പറിൽ വരയ്ക്കാൻ പറ്റും, പക്ഷേ ഇത് അവസാന ഘട്ടത്തിൽ അവസാനത്തെ ഇഷ്ടികയും എടുത്ത് വെക്കുക എന്നുള്ളതല്ലേ കാര്യം. തീർച്ചയായിട്ടും. അപ്പം മാനുവലായിട്ടുള്ള കുറേ ജോലികൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മടുപ്പ് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ വരും. പക്ഷെ അതൊന്നും സിനിമയെ ബാധിക്കാതെ നമ്മളെ മാക്സിമം എനർജി, മാക്സിമം നമ്മുടെ ഒരു വേർപ്പ് അതിനുവേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈ രക്തസാക്ഷ്യം എന്നുള്ള സിനിമ കഴിഞ്ഞു, പിന്നീട് ചെയ്യുന്ന പടം ഷാനവാസ് ബാബുക്കുട്ടിയുടെ തൊട്ടപ്പൻ എന്നുള്ള സിനിമ, അതും എനിക്ക് തോന്നുന്നു ആ ഭാഗത്ത് തന്നെയായിരുന്നു. അത് ഷൂട്ട് ചെയ്തത് എറണാകുളത്തായിരുന്നു, കടമക്കുടി ഭാഗത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും വളരെ വേറിട്ട സിനിമകൾ ഒരുക്കുന്ന ഒരാളാണ്. ഈ സിനിമയിലാണെങ്കിൽ വിനായകൻ, അതുപോലെ ദിലീഷ് പോത്തൻ, അങ്ങനെ വലിയൊരു താരനിര ഉണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിലായത്ത് ബുദ്ധയിലെ നായിക, അവരായിരുന്നു സിനിമയിലൊരു പ്രധാന ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പനിൽ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയായിരുന്നു. ഒരു കായലും പിന്നെ അതുപോലെയുള്ള പരിസരങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ തൊട്ടപ്പൻ സിനിമയുടെ ഒരു അറ്റ്മോസ്ഫിയറും അതിൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആ പടത്തിൽ 2 കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിലീഷ് പോത്തൻ്റെ വീട് നമ്മൾ 2 കാലഘട്ടം കാണിക്കണം, ഫ്രണ്ടേജ്, എക്സ്റ്റീരിയറെല്ലാം. അപ്പോൾ നമ്മൾ അവർക്ക് ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു കഥകളൊക്കെ നമ്മുടെ അടുത്ത് ആദ്യം സംസാരം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ നമ്മളത് ആ ഏരിയ എല്ലാം വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തെർമോകോൾ ചില മെറ്റീരിയൽസിന് ഭയങ്കരമായിട്ട് പ്രാധാന്യമുള്ളതാണ് ആർട്ട് എന്ന് പറയുന്നതിൽ. കാരണം നമ്മളെവിടെ എന്ത് വെക്കുന്നു എന്നുള്ളതിനേക്കാൾ എന്താണ് നമുക്ക് കഥയ്ക്ക് മാച്ചാവുക, അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ. നമ്മൾ ആദ്യം എപ്പോഴും ഒരു സിനിമേനെ സംബന്ധിച്ച് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് എന്ന് പറയുന്നത്, ആ സ്ക്രിപ്റ്റ് റീഡിങ് ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും മനസ്സിലാവണമെന്നില്ല, 1-2 പ്രാവശ്യമൊക്കെ വായിച്ച് അതിനുശേഷം നമ്മൾ ഡയറക്ടറായിട്ടും ക്യാമറമാനായിട്ടും ഒരു ഡിസ്കഷനും പരിപാടിയും, ചിലപ്പോൾ 1-2 ദിവസങ്ങളായിരിക്കില്ല, ചിലപ്പോൾ ആഴ്ചകളായിരിക്കും, ചില മാസങ്ങളായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവും ഇതാണ് നായകൻ, ഈ നായകൻ്റെ ജോലി ഇന്നതാണ്, അതല്ല ഇതിലെ നായിക എങ്ങനെയാണ്, ആ നായികക്ക് ഇന്ന മില്ലിലാണ് ജോലി, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറാണ്, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ പോകുന്ന ഓരോ ഏരിയകളും നമ്മൾ അവരുടെ ഡീറ്റെയിലിംഗ് പഠിച്ച്, അപ്പോൾ നമുക്കറിയാം ഇന്ന പ്രോപ്സ് ആയിരിക്കണം അവിടെ. പ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇന്ന പ്രോപ്പാണ് അവിടെ വെക്കുക, അല്ലെങ്കിൽ ഇന്നതായിരിക്കണം. ചിലപ്പോൾ ഒരു പെന്ന് കൊണ്ടായിരിക്കാം, ഒരു പേനായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ആ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു ഹീറോ പെൻ അല്ലെങ്കിൽ റൈനോട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഇപ്പോൾ ഒരു പീരിയോഡിക്കൽ സിനിമ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ചിലപ്പോൾ ആ ഒരു പെന്ന് ഒരു ഫോർഗ്രൗണ്ടിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ കയ്യിലോ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ഇന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ എല്ലാവരും ഇതിങ്ങനെ എന്താ പറയുക, സസൂക്ഷ്മം നിരീക്ഷിക്കാന്ന് പറയും. തീർച്ചയായിട്ടും. ഒരു പേന അവിടെ വന്നു ഇരുന്ന് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ കാണുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, OTT വരുമ്പോൾ അവിടെ വട്ടം വരച്ച് 90 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അതിന് മുന്നത്തെ പേനയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയ പേനയാണെന്ന് പറയുമ്പോഴാണ് അതിൽ. അതുപോലെ തന്നെയാണ് കളറുകളും. ഇപ്പോൾ നമ്മൾ ചില കളറുകൾ, ഇപ്പോൾ നമ്മൾ ഒരു മഷ്റൂമോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് കളറോ, ഈ കളറെല്ലാം നമ്മൾ കളർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പാലറ്റൊക്കെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാലറ്റ് പിടിക്കുക എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് കളേഴ്സ് എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഫ്രെയിമിനടിച്ച്, നമുക്കറിയാമല്ലോ ഓരോ കളറുകൾ ആർട്ടിസ്റ്റിനേക്കാൾ കയറി നിൽക്കുന്ന കളറുകളൊക്കെ ഉണ്ടാവും. എനിക്കൊരു 10 വർഷത്തിന് മുന്നുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അത് ആ സമയത്ത് ഫുൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ റാഫി മെക്കാർട്ടിൻ്റെ സിനിമകൾ അതിലെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണിൽ കുത്തുന്ന കളറുകളായിരുന്നു. ഇപ്പോൾ കണ്ണപ്പ മുതലാളിയും ദാസപ്പ മുതലാളി ഇടുന്ന ഷർട്ടുകളാണെങ്കിലും, പിന്നെ പഞ്ചാബ് യോസിലെ രമണന്റെയും ഇവരൊക്കെ കളറുകളാണെങ്കിലും പച്ച, മഞ്ഞ, മജന്ത, ഫ്ലൂറസെന്റ് കളേഴ്സ് ആയിരുന്നു നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിലൊക്കെ മലയാള സിനിമയിൽ നിന്നല്ല, ഒട്ടുമിക്ക തമിഴ് സിനിമകൾ എടുത്താലും നമുക്കറിയാം. അപ്പോൾ കളർ പാലറ്റിന് പോലും ഇന്ന് ഭയങ്കര എന്നുവെച്ചാൽ കാലഘട്ടം മാറി, കാഴ്ചക്കാർ മാറി എന്നുള്ള അതാണ്. കാരണം ജനറേഷൻ മാറുമ്പോൾ അവർ കാണുന്നത് എല്ലാം ഇപ്പോൾ ഭയങ്കര യുണീക്കായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും എത്തുക, അങ്ങനത്തെ അത് എല്ലാം ട്രെൻഡാണ്. കാരണം കാലഘട്ടം മാറുമ്പോൾ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്നത്തെ പിള്ളേരിടുന്ന കോസ്റ്റ്യൂം പോലും ബ്രൈറ്റ് കളേഴ്സ് കുറവായിരിക്കും.
അവർക്കെല്ലാവർക്കും ഒരു പാലറ്റ് ഉണ്ട് സത്യത്തിൽ. നമ്മൾ ചിലപ്പോൾ കടം എടുത്തായിരിക്കാം, കടം എടുത്തായാലും പോലും നമുക്കതിനെല്ലാം ഒരു യുണീക്നെസ് ഉണ്ട് ടോട്ടലി. അത് സിനിമയിലും ഉണ്ട്. തൊട്ടപ്പൻ എന്നുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ എനിക്കതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു രഘുനാഥ് പലേരി അവതരിപ്പിച്ച കഥാപാത്രം. ഒരു അന്ധനായിട്ടുള്ള കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കടയുണ്ട്. ആ കടയിൽ ഈ അന്ധനായിട്ടുള്ള ഈ കഥാപാത്രം അവിടെ ഇരിക്കുന്നു. അദ്ദേഹം അവിടെ വരുന്നവരോട് സംസാരിക്കുന്നു. അവിടെ ഒരു ശബ്ദം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് തിരിച്ചറിയാം. അതേസമയം തന്നെ ഈ കടയിലെ ഓരോന്നിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന് കൃത്യമായൊരു ഗ്രാഹ്യമുണ്ട്. ആ പീഡികമുറി ആ സിനിമയിലൊരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു കട അതിലേക്ക് ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്യുന്നതും ഒരു കട തന്നെ നമ്മൾ ആർട്ട് ഡയറക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരുക്കുന്നതും രണ്ടും വളരെ വ്യത്യസ്തമാണ്. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ആ ഒരു പോർഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും അത് അവിടെ ഓൾറെഡി നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതായിരുന്നു എക്സ്റ്റൻഷൻ പരിപാടികളും. അത് 2 കാലഘട്ടത്തിലും വരുന്നില്ലേ? ഉണ്ട്. 2 കാലഘട്ടം. ഒരു ആദ്യത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ അത് തോന്നി. കാരണം കുറേയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഇല്ല അന്നത്തെ കാലത്ത് നമുക്ക് പ്രോപ്സും നമ്മുടെ കയ്യിലില്ല. നമ്മളെല്ലാം കളക്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏതൊരു സിനിമയ്ക്കായാലും നമ്മൾ പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ നേരത്തെ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചില ബോട്ടിൽ, ഇപ്പോൾ നമ്മൾ ഇന്നൊരു സോഡ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇന്നത്തെ സോഡ ബോട്ടിലും അന്നത്തെ സോഡ ബോട്ടിലും വ്യത്യാസമുണ്ട്. അന്ന് നമ്മൾ ഗോലി സോഡ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ കാസറ്റുകൾ, ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു കാസറ്റ് ഷോപ്പ് കാണിക്കുകയാണെങ്കിൽ പോലും പഴയ VHS കാസറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ വരുമ്പോൾ ഒരു കാലഘട്ടത്തിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പ്രോപ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു പഴയ ചായക്കട കാണിക്കണമെങ്കിൽ ഒരു റാന്തൽ വിളക്ക് തൂക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ചായ അടിക്കുന്ന മെഷീനടക്കം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ നോർമലി അലൂമിനിയത്തിൻ്റെ ഇതായിരിക്കാം. പക്ഷെ അന്നൊരു സമോവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഈ സമോവർ എന്ന് പറയുന്നത് അന്ന് അത് ബ്രാസിൻ്റെ ഓടിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന കുറേ വ്യത്യസ്തമായ പ്രോപ്സുകളിലൂടെ തന്നെയാണ് നമ്മൾ എപ്പോഴും അതിനെ ഇമേജ് ചെയ്യുക. കാരണം പ്രോപ്സ് തന്നെയാണ് മെയിൻ. നമ്മൾ ഇപ്പോൾ ഒരു ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പടം വരയ്ക്കുന്ന പോലെ തന്നെയാണ്. നമ്മളൊരു പടം വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഫ്രെയിമിങ്, അപ്പോൾ ആ ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയായിരിക്കും എൻ്റെ വിഷ്വല് കാണുക എന്നുള്ള സാധനം ഒരു ആർട്ടിനെ സംബന്ധിച്ച് തീർച്ചയായും അയാളൊരു വിഷ്വല് കണ്ടിരിക്കണം. ആ വിഷ്വലിൽ ആ പ്രോപ്പ് എവിടെ വെക്കണം എന്നുള്ളത്, എവിടെ പ്രോപ്പ് ചെയ്യണം, എവിടെ ഒരു പ്രോപ്പർട്ടി വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അയാൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാലഘട്ടം ഒരുക്കുന്നത്. ഈ തൊട്ടപ്പനാണെങ്കിലും ആദ്യത്തെ സിനിമ രക്തസാക്ഷിയാണെങ്കിലും നമ്മൾ സ്വതന്ത്രമായിട്ട് കലാസംവിധാനം നിർവഹിച്ച 2 സിനിമകളിലെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഭയങ്കര നാട്ടിൻപുറമാണ്. പക്ഷേ ഈ 2 സിനിമകളിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഒക്കെ വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ. അതെ. അപ്പോൾ അതിൻ്റെ സംവിധായകനാണെങ്കിൽ തൻ്റെ ദൃശ്യഭാഷ ഒരുക്കുന്നതിൽ വളരെയധികം പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ്. ഇപ്പോൾ ഈ അടുത്ത് നരിവേട്ട എന്നുള്ള സിനിമ ഒരുക്കി, ഇഷ്ക് എന്നുള്ള സിനിമ. ആ 2 സിനിമകളിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറുകളിൽ സിനിമ ഒരുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് എന്ന് പറയുന്നത്. ഇഷ്ക് എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്, മേക്കിങ്, അതുപോലെ ഒരുപാട് ലൊക്കേഷനുകളില്ല. നമുക്കിപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറുടെ സാന്നിധ്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയല്ല. ഇപ്പോൾ നമ്മൾ പറയാറുള്ള പോലെ ഒരു പീരീഡ് സിനിമയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ആർട്ട് വളരെ ഗംഭീരമായി എന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കാം. എന്നാൽ സബ്ജക്റ്റീവായിട്ടൊരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഒറ്റയടിക്ക്, കാണുന്ന പ്രേക്ഷകന് ഒറ്റയടിക്ക് നമ്മുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ സബ്ജക്റ്റിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു കഥാപാത്രമായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ഇഷ്കിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ കുറേ സീനുകൾ ഒരു നരച്ച കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം, അവിടെ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. അതിനുശേഷം സിനിമ കുറച്ച് സീനുകൾ മാത്രം മറ്റൊരിടത്തേക്ക് വന്നു. പിന്നെ ഒരു വലിയ പോർഷൻ നീങ്ങുന്നത് ഒരു ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കിങ്ങിലാണ്. ഇപ്പോൾ ഷൈൻ ടോൺ ചാക്കോൻ്റെ ക്യാരക്ടറും ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടറും ഷെയ്ൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നു. പിന്നെ ഒരു കാറിൻ്റെ ഉള്ളിലാണ്. സെക്കൻഡ് ഹാഫ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഷൈൻ്റെ വീട്ടിലേക്കാണ്. ആ വീട്ടിലൊരു മുറിയിൽ വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള ലൊക്കേഷൻ, വളരെ പരിമിതമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ
പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു ആർട്ട് ഡയറക്ടറുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ സിനിമയുടേത്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഇപ്പോൾ അനുരാജ് മനോഹർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സ്കൂളിലുള്ള ഒരാളല്ല, വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. എങ്ങനെയാണ് അദ്ദേഹം താങ്കളെ ആ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്? അതുപോലെ ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആ സിനിമയിലെത്തുന്നത് സത്യത്തിൽ ആ ക്രൂവിനെ എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം അവരായിട്ട് ഞാനൊരു കണക്ഷനും ഇല്ല. സിനിമ ഓൾറെഡി 2 ദിവസം ഷൂട്ട് തുടങ്ങിയിട്ട് 2 ദിവസമായി. ഞാൻ തൊട്ടപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൺട്രോളറായ ജിനു പി കെ എന്ന് പറഞ്ഞ കക്ഷിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ചേട്ടാ ഇങ്ങനെ ഒരു പടം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതെങ്ങനെ, ഈ പടം കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, ഇതിനി 2 ദിവസമല്ലേ ഉള്ളൂ. ഈ പടം അതായത് തൊട്ടപ്പൻ എന്നുള്ള സിനിമ ഇനി 2 ദിവസം ബാലൻസ് ഇരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ പറയണത് അടുത്ത സിനിമയിൽ ജോയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല, കാരണം ഒരു പടം കഴിയാതെ എനിക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റില്ല. അല്ല അത് കുഴപ്പമില്ല, ഇനി ഇവിടെ മേജർ പരിപാടികളൊന്നുമില്ലോ, നിങ്ങളുടെ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് വെച്ചിട്ട് ഇവിടെ മേക്ക് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോകണമെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, ഒന്നുമില്ല, ഓൾറെഡി തുടങ്ങിയ സിനിമ. അപ്പോൾ അതെങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുന്നു? ഇല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്ക്, അവർ വരും, അവർ പിക്ക് ചെയ്യാൻ വരും എന്ന് പറയുന്നു. ശരി. അപ്പോൾ അന്ന് ഞാൻ യാതൊരു പരിചയമില്ലാത്ത ഇന്നത്തെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ലാലേട്ടൻ്റെ പടത്തിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രതീഷ് രവിയും അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള പ്രേംനാഥ് കൃഷ്ണൻകുട്ടി, ഇവർ രണ്ടുപേരും എന്നെ വിളിക്കുന്നു. ഞാൻ ലൊക്കേഷൻ കാണാൻ പോകുന്നു എന്ന് പറയുന്നിടത്ത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, കാരണം സ്ക്രിപ്റ്റ് പോലും ഞാൻ വായിച്ചിട്ടില്ല. അവർ കൊണ്ടുപോയി ഒരു സ്ഥലം കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നാളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്താണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്? അല്ല, ഇവിടെ ഒരു കപ്പേള വേണം, ഈ പറഞ്ഞ പോലെ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിൽ നമ്മൾ എന്നെ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസാണ്, ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിന് പറ്റുന്ന ആംബിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കഥ വായിക്കാതെ എന്താണ് പാർക്കിംഗ് ഗ്രൗണ്ടാണോ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വായിക്കാം. അപ്പോൾ അവർ ഓൾറെഡി പ്രിൻറ്റഡ് കോപ്പി കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം ഇതൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് തന്നെ ജസ്റ്റ് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബാഹുബലി പരിപാടികളൊന്നുമില്ല, എന്നാൽ ആർട്ട് നല്ല വർക്കുണ്ട്, പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവർക്ക് നാളെ ഇവിടെ ഷൂട്ട് ചെയ്യണം, ഓൾറെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റോ അല്ലെങ്കിൽ ആർട്ടായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊന്നുമില്ല, ഔട്ട്ഡോർ കുറച്ച് പരിപാടികളും ഷൂട്ട് നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നാളല്ല മറ്റന്നാൾ തരാം, എനിക്ക് 2 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ നമ്മളൊരു കപ്പേള അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് അടുത്ത ദിവസം വരുന്നു, നമ്മുടെ ടീമെല്ലാം വരുന്നു. ഞാൻ എൻ്റെ ഒരു അസോസിയേറ്റിന് വെക്കുന്നു, അസിസ്റ്റൻ്റ്, അങ്ങനെ ആയിട്ട് പുതിയൊരു ടീമിനെ ഉണ്ടാക്കുന്നു. അവിടെ വേറെ ഷൂട്ട് നടക്കുന്നതാണല്ലോ അപ്പുറം. അപ്പോൾ ഇവിടെ ഒരു പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഫോം ചെയ്ത് നമ്മൾ കപ്പേള സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി കപ്പേള തുടങ്ങി ബാലൻസ് അതിനോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ കുറേ സാധനങ്ങൾ ചെയ്തു. അപ്പോൾ എന്താ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ആർക്കും സത്യത്തിൽ അതിൽ ആർട്ട് വർക്ക് ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുക. കാരണം അതിലൊരുപാട് ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സബ്ജക്റ്റീവാണ്. അതെ, അത് നമ്മൾ ഒരിക്കലും നമ്മളൊരു മെഴുകുതിരി വെച്ചാൽ പോലും എൻ്റെ ഒരു ഇതിൽ അത് അവിടെ ഉണ്ടായിരുന്നതായിട്ട് തോന്നണം, ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈവ് ആക്കുക എന്നൊരു പരിപാടിയാണ്. നമ്മൾ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലും നമ്മുടെ മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്, ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒരു മതിൽ കണ്ട അവിടെ എന്തെങ്കിലും എഴുതിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല, അങ്ങനത്തെ. അപ്പം അതുപോലെ നമ്മളൊരു മതിലൊക്കെ ചെയ്ത് ആ മതിലിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കരിക്കട്ടുകൊണ്ടൊക്കെ എഴുതി, പിന്നെ കുറേ ഏജിങ് എന്ന് പറഞ്ഞാൽ പോലും സിനിമയിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. പല രീതിയിൽ നമുക്ക് ഏജ് ചെയ്യാം. കാലഘട്ടം, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് സിനിമ പറയുന്നത്, അല്ല എത്ര വർഷമായിട്ടുള്ളൊരു കപ്പേളയാണോ, അല്ല എത്ര വർഷമായിട്ടുള്ളൊരു ബെഞ്ചാണോ, ഇതിനെല്ലാം നമുക്ക് കാണിക്കണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏജിങ്ങിന് ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് നമ്മളെ കളർ വെക്കുന്ന, ഇപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ആ ഗ്രീൻ എങ്ങനെയായിരിക്കും ഏജിലായി പോവുക, അല്ലെങ്കിൽ എത്രയും പഴമുണ്ടായി പോയി എന്നുള്ളതിനെ പോലും നമുക്കാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ മുന്നേ ഏതെങ്കിലും കളർ അടിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ നമ്മൾ അതിന് ഫെയ്ഡ് ഔട്ടായി പോയത് എങ്ങനെയായിരിക്കാം. ഗ്രീൻ ഫെയ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അതിൽ ബ്ലാക്ക് വരാം, വൈറ്റ് വരാം, ലൈറ്റായിട്ട് പോവാം. മീൻസ് വൈറ്റ് എന്ന് വെച്ചാൽ ഫെയ്ഡ് ഔട്ടായിട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ പറയുന്നിടത്ത് നമ്മൾ അവിടെ ഒരു കപ്പേള ചെയ്യുന്നു. അടുത്ത ദിവസം 2ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇവർ വന്നപ്പോൾ കപ്പേള എല്ലാം റെഡിയാണ്. രസം വെച്ചാൽ ഈ കപ്പേള നമ്മൾ ഷൂട്ട്, അപ്പം നമുക്ക് എന്നും നൈറ്റാണ് പടത്തിൻ്റെ ഷൂട്ട്. 90% നൈറ്റായിരുന്നു, 90% നൈറ്റായിരുന്നു. നമ്മൾ രാവിലെ ഏകദേശം ലൈറ്റ് ഓപ്പൺ ആവുന്ന മുന്നേ നമ്മൾ ഷൂട്ട് നിർത്തും.
അപ്പോൾ ഈ ലൈറ്റ് ഓണായി പിന്നെ ലൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇതിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ അവിടെ തന്നെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാവും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വീണ്ടും വൈകിട്ട് 6 മണിയാകുമ്പോൾ എത്തും. ഇങ്ങനെയാണ് സ്ഥിരം പരിപാടി. അപ്പോൾ നമ്മൾ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ ഈ കപ്പയുടെ ഫ്രണ്ടിൽ കുറേ ഓരോ ദിവസങ്ങളും ബൊക്കകൾ കൂടി വന്നു. ഈ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസൊക്കെ വന്നിട്ട് ബൊക്കെ വെക്കാൻ തുടങ്ങി. നമുക്ക് ഇത് കാണുമ്പോൾ വിഷമായി തുടങ്ങി. കാരണം ഇത് സെറ്റാന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്നുള്ളതൊരു വലിയൊരു വിജയമായിരുന്നു. കാരണം ഇതേപോലെ തന്നെ ആ പടം അവിടെ പാക്കപ്പ് ആവുന്ന ദിവസം പോലും നമ്മൾ ആ സെറ്റ് പൊളിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ ഭണ്ണാരത്തിൽ കുറേ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സെറ്റായിരുന്നു. ഇതിനടുത്ത് തന്നെ ആയിരുന്നു നമ്മൾ ഒരു തയ്യൽ ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജാഫർക്കട ടയർ ഷോപ്പ്. അത് തൊട്ടടുത്തൊരു ഇളനീർക്കടയായിരുന്നു. ഇളനീർക്കടയുടെ ഫ്രണ്ടിൽ നമ്മൾ ആ ചേട്ടന് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ബാക്കിലേക്കൊന്ന് സൈഡിൽ മാറ്റിയിട്ട് നമ്മളത് കവർ ചെയ്തിട്ടാണ്, അതും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് വൈസിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ആ തയ്യൽ കട സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഷൈനികത്തിൻ്റെ വീട് കാണിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് കാണിക്കുന്നുണ്ട്. പുള്ളി ആ പല്ലിനെ പിടിക്കുന്നൊരു ഇത് കാണിക്കുന്നതും നമ്മൾ ഇതേ പറമ്പിൽ തന്നെയാണ്. അവിടുത്തെ ഈ പൈസ പിരിക്കാതിരിക്കുന്ന ആളുടെ റൂമുണ്ട്, അതാണ് നമ്മൾ ടോയ്ലറ്റ് ആക്കിയത്. ഇതേ സ്പേസിൽ തന്നെയാണ് നമ്മൾ തൊട്ടടുത്ത് ഒരു ICICIയിലെ നമ്മളൊരു ഇവരുടെ ATM കാർഡ് ഇട്ടിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സീനുണ്ട്. ഇത് സെറ്റ് ചെയ്തതും അവിടെ തന്നെയാണ്. തൊട്ടടുത്ത് മാക്സിമം സീനുകൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഡയറക്ടറെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ടോട്ടൽ ക്രൂവിനെ സംബന്ധിച്ചോ നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് ബഡ്ജറ്റിനപ്പുറം ലൊക്കേഷൻ ഷിഫ്റ്റ് എന്നുള്ള വലിയൊരു കാര്യം ഒഴിവായി കിട്ടണം. അതെ, അതെപ്പോഴും ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് അയാൾക്ക് എപ്പോഴും അതിനെക്കുറിച്ചൊരു ബോധേഡ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും എങ്ങനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ക്രൂവിനെ വെറുതെ നമ്മൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഈസി വേ നമ്മൾ കണ്ടാണ് ആ ഏരിയയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം അവിടെ സെറ്റാണ്. ഈ പറയുന്ന ATM കൗണ്ടറായാലും ഇതെല്ലാം നമ്മളവിടെ സെറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഷൈനികത്തിൻ്റെ വീട്ടിൽ ഷൈൻ ടോമിൻ്റെ വീട്ടിൽ ഷൈനികം പോകുന്ന സീനുണ്ട്. ആ വീട്ടിലാണെങ്കിൽ കുറേ സീനുകൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് നടക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് പൊളിയുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൊളിയിലായിരിക്കണം. ഒരു പ്രോപ്പർട്ടി ഉടയുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരുക്കുക എന്നുള്ളത് വേറൊരു ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ നന്നായി വന്നിട്ടുണ്ട് അതിൽ. അതെ, ആ പാലമൊക്കെ സെറ്റാണ്. കാരണം അതൊരു തോടാണ്. അപ്പോൾ തോടിന് കുറുകെ വേറെ അവരുടെ വഴി എന്ന് പറഞ്ഞാൽ ബാക്കിലൂടെയാണ് വേറെയാണ് ആ വീട്ടിലേക്ക്. പക്ഷെ നമ്മളവിടെ ഒരു പാലം ഉണ്ടാക്കിയത് തന്നെയാണ്, ആ പടത്തിന് വേണ്ടി ഉണ്ടാക്കിയത് തന്നെയാണ് പാലം. അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് ഈ ഫൈറ്റിൽ തയ്യൽ മെഷീൻ എടുത്തിട്ടാണ് കാലൊടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തയ്യൽ മെഷീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു 4 ഡൈയാണ് 5 ഡൈയാണ് നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. ഡെമ്മി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫൈബറായ കാരണം ഇത് ഓരോ ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ പേടിച്ചിട്ടാക്കുന്നത് പൊട്ടുമോ പിന്നെ തീരുമാനമായി. അപ്പോൾ ഡയറക്ടർക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തത് എന്താ വെച്ചാൽ ഒറിജിനൽ തയ്യൽ മെഷീൻ നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഫൈനൽ നമ്മൾ ആ ഷോട്ട് എടുക്കുന്ന ഒറിജിനൽ തയ്യൽ മെഷീൻ വെച്ചിട്ടായിരുന്നു. അതിൽ ഒട്ടുമിക്ക ഇതിലും നമ്മൾ അത്യാവശ്യം ഒന്നുമില്ല എന്ന് പറയുമെങ്കിൽ പോലും അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് എല്ലാം സെറ്റ് തന്നെയായിരുന്നു. സെറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വീടിനെല്ലാം ഏജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കളർ പാലറ്റ് ഉണ്ടായിരുന്നു, നമുക്കൊരു പീക്കോക്ക് അങ്ങനത്തെ ഒരു കളർ പാലറ്റ് നമുക്ക് ടോട്ടലി ഉണ്ടായിരുന്നു. അതിൻ്റെ ആ വീട് കാണുമ്പോൾ തന്നെ ആ വീടൊരു ക്യാരക്ടർ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു പുതിയ വീടല്ല, പക്ഷെ വർഷങ്ങളായിട്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ്. അതിൻ്റെ ഒരു റോനെസ്സും എല്ലാം. അവരൊരു നേഴ്സാന്ന് പറയുന്നതും ആ നേഴ്സ് എന്ന ഫ്രീ ടൈമിൽ അവർക്ക് ഇപ്പോൾ വീട്ടിൽ സാധാരണ സ്ത്രീകളെല്ലാം ഒരു തുന്നൽ പരിപാടിയൊക്കെ ഉണ്ടാവില്ല. പിന്നെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടിയുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചുമരിലെ നിലയൊക്കെ വരച്ച് ഇങ്ങനെ ഒരു പരിപാടികളും അങ്ങനെ നമ്മളൊരു ലൈവ് പരിപാടികളെല്ലാം ടോട്ടലി ആ പടത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ക് എന്നുള്ള സിനിമ പൂർത്തിയാവുന്നു. ആ സിനിമയാണെങ്കിൽ അത്യാവശ്യം ഓടിയൊരു സിനിമയായിരുന്നു, ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമ കൂടിയായിരുന്നു. പിന്നീട് നമ്മൾ ചെയ്ത സിനിമകളിൽ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്നുള്ളൊരു സിനിമ ഉണ്ട്. അതിൽ സിനിമ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷേ താങ്കൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ വളരെ വിശാലമായിട്ട് അതിനകത്ത്. അത് സത്യത്തിൽ ആ പടം ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു സിനിമ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് അതിൽ ടെക്നീഷ്യൻസിന് വില ഉണ്ടാവുക. മീൻസ് ജനങ്ങളെ അറിയുള്ളൂ. പബ്ലിക് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പലരും അറിയപ്പെടണമെങ്കിൽ
ഒരു DOP ആയാലും ഒരു മേക്കപ്പ് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അവരെ സംബന്ധിച്ച് ആ സിനിമയുടെ വിജയം തന്നെയാണ് എപ്പോഴും അറിയപ്പെടാനുള്ള മാർഗം. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല എന്നെ സംബന്ധിച്ചുള്ള വിഷമം എന്ന് വെച്ചാൽ ആർട്ട് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത സിനിമയായിരുന്നു. കാരണം 3 കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിൽ അത് ഒറ്റ ഷെഡ്യൂളായിരുന്നു. ഈ ഒരൊറ്റ ഷെഡ്യൂളിൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴോ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിത് ഒറ്റ ഷെഡ്യൂളിൽ വർക്ക് ചെയ്യണ ഞാൻ ഉണ്ടാവില്ല, കാരണം അത്രയും എഫർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റും ഡയറക്ടറും ഒക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ജയൻ വറീഡാവണ്ട, നമ്മളതിനുള്ള സ്പേസ് തന്നിരിക്കുന്നു പറഞ്ഞു. പക്ഷേ പടം തുടങ്ങിയപ്പോൾ പിന്നെ സ്പേസ് ഒന്നും ഉണ്ടായില്ല, കാരണം നമ്മൾ കട്ടയ്ക്ക് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ആ സിനിമ കണ്ടത് അപൂർവ ആൾക്കാരായിരിക്കും, അതുകൊണ്ട് പറഞ്ഞ പെട്ടെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. ആ പടത്തിൽ നമ്മൾ ഒരു കൊറോണ കാലഘട്ടമാണ് പടം. അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഒരു ഓൺലൈൻ. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിന് മുന്നേ ഒരു ക്ലിനിക്കായിരുന്നു. ക്ലിനിക്ക് കൊറോണ കാലഘട്ടത്തിന് ക്ലിനിക്ക് മാറി പിന്നീട് അത് ഒരു ലോഡ്ജാവുന്നു. ലോഡ്ജ് പിന്നെ പൂട്ടേണ്ട അവസ്ഥ വരുമ്പോൾ കൊറോണ വരുന്നു. കൊറോണയ്ക്ക് ശേഷം ഇനി എന്ത് ചെയ്യും എന്നുള്ളതിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഓണറുടെ പേരമകൾ വന്നിട്ട് ഈ മറ്റേ ഇത് കാട് പിടിച്ച് പോയി ഓൾറെഡി ബിൽഡിങ്. അവർ തിരിച്ച് വന്നിട്ട് വീണ്ടും അത് റിനോവേറ്റ് ചെയ്തൊരു പുതിയ ബിൽഡിംഗ് ആക്കും, പുതിയ ഒരു ഹോസ്പിറ്റലാക്കുന്നു. ഇതാണ്. അപ്പോൾ ഈ 3 കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വെല്ലുവിളിയാണ്. കാരണം ആദ്യം ഒരു ക്ലിനിക്കായിരുന്നു, ക്ലിനിക്ക് മാറി ക്ലിനിക്ക് കാട് പിടിച്ച് കിടന്നു, അതെല്ലാം വൃത്തിയാക്കി വരുമ്പോൾ അതൊരു ലോഡ്ജാക്കുന്നു. ഈ ലോഡ്ജ് വീണ്ടും പൂട്ടിപ്പോയി അവസ്ഥയിൽ വരുമ്പോൾ അത് വീണ്ടും റിനോവേറ്റ് ചെയ്ത് നമ്മളൊരു പുതിയ ഹോസ്പിറ്റൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു 3 കാലഘട്ടമാണ് നമ്മൾ ആ സിനിമയിൽ ചെയ്തത്. അത് നമ്മൾ ഭയങ്കര ഒരു വെല്ലുവിളിയുള്ള പരിപാടി, കാരണം ഒറ്റ ഷെഡ്യൂളായിരുന്നു. നമുക്കൊരു 35-40 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതിലുള്ളൊരു ഈ സിനിമ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിന് ശേഷം പിന്നീട് ചെയ്ത വളരെ നല്ലൊരു സിനിമ, സിനിമയും അത് അത്യാവശ്യം ഹിറ്റായിരുന്നു. മധുരമനോഹര മോഹം എന്ന് പറഞ്ഞ സിനിമ. സ്റ്റെഫി സേവിയർ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വില കൂടിയ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ. ഒരുപാട് സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട്. ഒരു സ്വതന്ത്ര വനിതാ സംവിധായിക എന്ന രീതിയിലുള്ള ഒരു അവരുടെ ഒരു അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു മധുരമനോഹര മോഹം. ആ സിനിമ നമ്മൾ ഈ സത്യനന്ദിക്കാട് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അവരുടെ ഒരു വീടാണെങ്കിലും ഒരു പഴയ വീട്, ആ വീട്ടിലെ പ്രോപ്പർട്ടീസ് ആണെങ്കിലൊക്കെ വളരെ ഐഡൻറ്റിറ്റി ഉള്ള കാര്യങ്ങൾ, അവരുടെ വേലി, അതിര്, അപ്പുറത്തുള്ള വീടുകൾ, അങ്ങനെ ഈ പറഞ്ഞ ആദ്യ സിനിമകളുടെ ഒരു ജോണറിലുള്ളൊരു സിനിമയായിരുന്നു. ഇപ്പോൾ ആ സിനിമയിലെ കുറേ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ട് ഇവരൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പോയി നിന്ന് ഒരാളവിടെ ഇട്ടിട്ട് മറ്റേ ഓടിപ്പോകുന്ന സീനുകളാണെങ്കിലും ഷറഫുദ്ദീനും അൽത്താഫും കൂടി ഒരുക്കുന്ന ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. ഇവരുടെ എന്താ പറയുക NSS കരയോഗത്തിൻ്റെ തമാശകൾ, അങ്ങനെ ഒരു സാധാരണഗതിയിൽ ഒരു എറണാകുളത്തേക്കുള്ളൊരു നാട്ടിൻപുറത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ സിനിമയിലുണ്ട്. ആ സിനിമയുടെ ഒരു സംവിധായക എന്ന് പറയുമ്പോൾ അവരൊരു കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലും ആ ഒരു ആർട്ടിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റീവായിട്ട് സിനിമയെ കാണുന്നു എന്നതിനപ്പുറം ഇതിലെ കലാപരമായ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും അവർ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും. എങ്ങനെയായിരുന്നു അവരോടൊപ്പമുള്ളൊരു അനുഭവം, അതുപോലെ ആ സിനിമയുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മധുരമനോഹര മോഹം? തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് നമ്മൾ ഒരു പുതിയൊരാളെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ പുതിയൊരാളോട് പറയുന്നതിനേക്കാൾ അതിൻ്റെ അത്രയും നമുക്ക് പറയേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം അവർക്ക് ഓൾറെഡി അവർ സിനിമയിൽ ഇന്നാണ്, അവർ സിനിമയുടെ ഉള്ളിൽ തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി കൂടെ ഈസി ആയിരുന്നു, കാര്യങ്ങൾ പറയാനൊക്കെ ഇത്തിരി എളുപ്പമായിരുന്നു. ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞ പോലെ ജയ് വിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ പുള്ളിയാണ് എന്നെ അതിലേക്ക് ഇന്നാക്കുന്നത്. പുള്ളിയും പിന്നെ അതിൻ്റെ ഒരു കൺട്രോളറും ഷബീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നതും സ്റ്റെഫീനെ പരിചയപ്പെടുന്നത്. സ്റ്റെഫീനെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നെങ്കിലും കൂടെ ഇഷ്ക് എന്നുള്ളത്. പക്ഷേ സിനിമയിൽ ഞാൻ ആർട്ട് ഡയറക്ടറായിട്ട് തന്നെ വിളിക്കുന്നവരായിരുന്നു. അപ്പോൾ നമ്മൾ പോയി അവരുടെ ഫ്ലാറ്റിൽ പോയി സംസാരിക്കുന്നു, കാര്യങ്ങൾ ഡിസ്കഷൻ പരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻപുറം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നതാണ് നാട്ടിൻപുറം. പക്ഷേ അവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ പ്രോപ്പർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിലിങ് സ്റ്റെഫി കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട്. ഇപ്പോൾ ഒരു കിച്ചൺ കാണിക്കുമ്പോൾ, അപ്പോൾ കിച്ചണിൽ നമ്മൾ സാധാരണ ഈ പയർ എല്ലാം കെട്ടി തൂക്കുന്ന പരിപാടിയുണ്ട്. എന്നിട്ട് പയറിന് ഇങ്ങനെ അത് പുക വന്നു കഴിഞ്ഞാൽ
അതിങ്ങനെ ഉണക്കുന്ന പരിപാടിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുടംപുളി, ഇങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളെ സിനിമയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, അതിലെ കിച്ചണിലൊക്കെ കുറേ സീനുകളുണ്ട്. ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും ഒരു കല്യാണാലോചന വന്നു, അപ്പോൾ ബ്രോക്കർ കയറി വരുന്നത് അടുക്കളയിലേക്കാണ്. അതെ, അപ്പോൾ അങ്ങനെ അത്രയും ലൈവായിട്ട് പഴയ വീടുകളിലൊക്കെ അടുക്കളയിൽ കയറി വരാൻ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആണെങ്കിലും ഒരു ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കിടക്കാൻ പറയുമ്പോൾ നമുക്ക് അത്രയും ഫ്രീഡം വേണം. ഞാൻ വടക്ക് നോക്കി യന്ത്രം എന്നുള്ള സിനിമയിലൊക്കെയാണ് അങ്ങനത്തെ ചില സീനുകൾ. അതിൽ ശങ്കരാടി നേരെ കയറി വന്നിട്ട്, അമ്മാവനാണ് നേരെ കയറി വരുന്നു. അത് അന്ന് പുകവലിക്ക് വീടുകളിലെ അനുവദനീയമാണ്. വീട്ടിലെ വിറക് കൊള്ളി എടുത്തിട്ടാണ് ഈ ബീഡിക്ക് തീ കൊടുക്കുന്നത്. അത്ര ലൈവായിട്ടുള്ള ഒരു സീൻ അത് നമ്മൾ പഴയ പല, കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വെച്ചാൽ സാബു സാറിൻ്റെ ഇപ്പോൾ പ്രിയ സാറിൻ്റെ പടങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രിയ സാറിൻ്റെ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അന്ന് അവിടെ ഒരു ടീം വർക്കാണല്ലോ സാബു സാർ. അപ്പോൾ സാബു സാറിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നാണ് പുള്ളി ഇത്രയും ബാഹുബലിയുള്ള ഭയങ്കരമായിട്ടുള്ള സിനിമകളും ചെയ്യുന്നത്. പക്ഷേ അന്ന് പുള്ളി ചെയ്തു വന്ന സിനിമകളെല്ലാം ഈ നാട്ടുമ്പുറം കഥകളും അതിനോട് മാച്ച് ചെയ്യുന്ന കുറേ സിനിമകളായിരുന്നു. പുള്ളി വെച്ചിരുന്ന ഓരോ പ്രോപ്സ്, ഇപ്പോൾ നമ്മൾ പ്രിയ സാറിൻ്റെ സിനിമകളൊക്കെ നോക്കുമ്പോൾ അറിയാം, പ്രോപ്സിനൊക്കെ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു, ഭയങ്കര ലൈവായിരുന്നു. എന്നാൽ പോലും നല്ല ഫില്ലിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ അത് വെറുതെ വെച്ചതായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഫ്രെയിം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലായിരുന്നു. എല്ലാ പടങ്ങളും, ഏത് പടം ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് എല്ലാവരും പറയുന്ന സിനിമ തെന്മങ്കൊമ്പത്തായിരിക്കും. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊക്കെ ശ്രദ്ധിക്കുന്നത്, ഒന്ന് അമരം എന്നുള്ള സിനിമയിൽ സ്രാവിന് ഭയങ്കര ജീവൻ തുടിക്കുന്ന സ്രാവ്. അപ്പൊ അതിലെ ആ സിനിമയിൽ തന്നെ ഒരു പ്രധാന ഭാഗം ആ സ്രാവിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ അങ്കിൾ വണ്ണില് അദ്ദേഹം ഈ മറ്റേ മോഹൻലാലിന്റെ ആ ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കിയത് വാട്ടർ ബലൂൺ, അങ്ങനെ എന്തൊക്കെയോ, എനിക്ക് അതിന്റെ ഡീറ്റെയിലിംഗ് അറിഞ്ഞൂടാ. അത് ഭദ്രൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ, അതായത് സാധാരണ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ വെച്ച് കെട്ടുമ്പോൾ തടി ഉണ്ടായിരിക്കും, പക്ഷെ അത് മൂവ് ചെയ്യില്ല, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഇത് മോഹൻലാൽ അനങ്ങുമ്പോൾ തന്നെ ഇതിങ്ങനെ കുലുങ്ങൂലോ. അപ്പൊ ആ ഒരു ഇതൊക്കെ കിട്ടുന്നത് ആ വർക്കൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് ഈ സ്റ്റെഫിക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് അതിനോട് ഇത്തിരി കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് സിനിമ നമ്മളിപ്പോൾ പ്രൊഫഷൻ്റെ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ സത്യത്തിൽ അതിലൊന്നും ചെയ്യാനില്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുക. കാരണം മധുര മനോഹര മോഹം എന്ന് പറയുന്ന ഒരു നാടൻ ഒരു ഗ്രാമത്തിലെ ഒരു NSS കരയോഗത്തിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും പറയുന്നൊരു സ്ഥലത്ത് നമ്മളെ ഇപ്പോൾ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അത് സില്ലി, പക്ഷേ നമുക്കത് സില്ലി ആയിരുന്നില്ല. സത്യത്തിൽ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആ കഥ നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ കഥ നടക്കുമ്പോൾ നമുക്ക് പത്തനംതിട്ടയിൽ തന്നെ പറയണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ഇതിനോട് ഈസി ആയിരുന്നു. പക്ഷേ നമ്മൾ പത്തനംതിട്ടയിൽ പോകുന്നു, ലൊക്കേഷൻ കാണുന്നു, പക്ഷേ നമുക്ക് അവിടെ ഒന്നും വർക്കായില്ല. തിരിച്ച് നമ്മൾ കോട്ടയത്ത് വരുന്നു. കോട്ടയത്ത് ഏറ്റുമാനൂരാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഏറ്റുമാനൂർ കുറച്ച് ഉള്ളിലായിട്ടുള്ള കുറച്ച് ഏരിയകളിലായിരുന്നു നമ്മളപ്പോൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെ പത്തനംതിട്ടനെ ഏറ്റുമാനൂർ കൊണ്ടുവരാം, അതായിരുന്നു അടുത്ത ചിന്ത. കാരണം അപ്പോൾ നമ്മളെന്തായാലും പത്തനംതിട്ട ഒന്ന് സെർച്ച് ചെയ്തു. അവിടുത്തെ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ആംബിയൻസ്, എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ബിൽഡിങ്ങുകൾ എങ്ങനെയായിരിക്കും. അപ്പോൾ ആ ഒരു ഏകദേശം ഈ ഏറ്റുമാനൂരും ഇതൊക്കെ ഏകദേശം ഒരു മാച്ചാണ്. പിന്നെ നമ്മളെന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ബാഡ്ജായിരിക്കാം, ബാനേഴ്സ് ആയിരിക്കാം, സൈനേജ് ആയിരിക്കാം, ഇങ്ങനെ വരുന്ന ഓരോ പ്രോപ്സും നമ്മൾ അതേപോലെ മാച്ച് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മളതിൽ വില്ലേജ് ഓഫീസ് ചെയ്ത ഒരു സ്കൂളിലാണ് ഏകദേശം ഒരു 3 ദിവസം അവിടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ ആ വീടിൻ്റെ മേജർ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഷറഫുദ്ദീൻ്റെ വീട് നമ്മൾ ഷൂട്ട് ചെയ്തുള്ളതും ഏറ്റുമാനൂരാണ്. അപ്പോൾ ആ വീടിൻ്റെ എല്ലാം നമുക്ക് അവിടെ അവൻ്റെ പെങ്ങളുടെ ക്യാരക്ടറുണ്ട്, ട്യൂഷൻ എടുക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇതൊരു ഔട്ട് സൈഡിലായിരിക്കണം, എന്നാൽ വീടിന് പുറത്ത് പോകാനും പാടില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മളവിടെ അതിൻ്റെ ഫ്രണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ വീടിൻ്റെ ഫ്രണ്ടിലെ എക്സ്റ്റൻഷനാണ് അത് പൂമുഖം. പിന്നെ അതുപോലെ തന്നെ ആ വേലി എന്ന് പറയുന്നത് മതിൽക്കെട്ട്, അതെല്ലാം സെറ്റാണ്. ആ മതിൽക്കെട്ട് കൂടെ തന്നെ പിന്നെ വരുന്നത് തൊഴുത്ത്, ആ തൊഴുത്ത് എല്ലാം 8 സെറ്റ് തന്നെയാണ് അതിനോട് കണക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം. അപ്പോൾ നമ്മളതെങ്ങനെ മാച്ച് ചെയ്യാന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതന്നെയാണ് ആ പടത്തിൻ്റെ ഒരു വെല്ലുവിളി. അതെ, മധുര മനോഹര മോഹം ആ സിനിമ സംഭവിക്കുന്നു. അത് വളരെ വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു. അതിലുപരിയായിട്ട് ആ സിനിമ ഒരു ഹിറ്റ് സിനിമയായിരുന്നു. കൂടുതൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കാണുമ്പോഴാണല്ലോ ആ വർക്ക് ചെയ്ത ആളുകൾക്കും ഒരു സന്തോഷം പകരുന്നത്. പിന്നീട് വന്ന സിനിമ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും വീണ്ടും വ്യത്യസ്തമായൊരു വർക്കായിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു JSK എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ചിത്രം. കോടതിയാണെങ്കിലും കോടതി രംഗങ്ങളാണെങ്കിലും ഒരുപാട് ഉള്ള ഒരു വേറൊരു മോഡിലുള്ള വേറൊരു റോണറിലുള്ളൊരു സിനിമയായിരുന്നു.
JSK എന്നുള്ള സിനിമയിൽ ഇപ്പോൾ നമ്മൾ കോടതി രംഗങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂള്, ഓഫീസ്, ഒരു പാർലമെൻറ്റ്, അങ്ങനെയുള്ള രംഗങ്ങൾ ഒരുക്കുക എന്നുള്ളത് വേറൊരു തരം പരിപാടികളാണ്. കാരണം വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പണ്ട് ചിത്രാഞ്ജലിയിൽ ഇതിനൊക്കെയുള്ള ചില സ്പേസുകൾ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ സിനിമ മാറി വളരെ ലൈഫ് തോന്നിപ്പിക്കുന്ന, വളരെ ലൈവായിട്ട് നിൽക്കുന്ന സ്പേസുകളായിട്ട് പല കാര്യങ്ങളും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലെ കോടതി സീനുകൾ ആണിതിലെ കൂടുതലും ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള രീതിയിലുള്ള സിനിമയാണ്. കൂടുതൽ രംഗങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ സ്ക്രിപ്റ്റ് വായനയ്ക്ക് ശേഷം നമ്മളടുത്ത് പറഞ്ഞ പോലെ ഓരോ സിനിമയ്ക്കും പല രീതിയിലായിരിക്കും. ഇപ്പോൾ എപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് വായനയ്ക്ക് ശേഷം നമ്മൾ ആദ്യം ലൊക്കേഷൻ കണ്ടിങ് ആയിരിക്കും. ചർച്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷൻ, അപ്പോൾ ലൊക്കേഷൻ തേടി പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചടങ്ങ്. നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് ചിലപ്പോൾ 1 മാസമായിരിക്കാം, 2 മാസമായിരിക്കാം, ചിലപ്പോൾ 4-5 മാസങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കാം ലൊക്കേഷൻ കാണുക. ലൊക്കേഷനിൽ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിലെ സീനിന്റെ ഒരു 50% ആ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. ബാക്കി പകുതി നമ്മൾ ഫില്ല് ചെയ്താൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അന്ന് സുരേഷ് ഗോപിനെ സംബന്ധിച്ച് പുള്ളി അന്ന് തൃശ്ശൂർ ഇലക്ഷൻ സമയമാണ്. പുള്ളി തൃശ്ശൂർ തന്നെയാണ് ആയിരിക്കെങ്കിൽ കൂടുതൽ കംഫർട്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ഞങ്ങൾ തൃശ്ശൂർ തന്നെയാണ് ഇതിനുള്ള ലൊക്കേഷൻ കാണലായിരുന്നത്. കാരണം ഇവിടെ ESI ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും അതിനോട് കണക്ട് ചെയ്ത കുറേ സ്ഥലങ്ങൾ, പിന്നെ ഇവിടുത്തെ കോളേജുകൾ, സാഹിത്യ അക്കാദമി, അങ്ങനെ പറയുന്ന ഒരുപാട് ബിൽഡിങ്ങുകളും വീടുകളും എല്ലാം സെർച്ച് ചെയ്ത് അവസാനം നമ്മളെത്തുന്ന ഇരിങ്ങാലക്കുടയാണ്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇവിടെ എപ്പോഴും റഷും അതിൻ്റെ ഒരു പിന്നെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള സാധനം കിട്ടിയത് പിന്നെ ഇരിങ്ങാലക്കുടയായിരുന്നു. അപ്പോൾ മേജറായിട്ട് പറഞ്ഞ പോലെ ഇതൊരു കോർട്ട് ഡ്രാമ ആയ കാരണം നമുക്ക് ഒരു കോടതി എവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ കോടതിയിൽ എന്തായാലും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് എവിടെ സെറ്റ് ചെയ്യാം. ഒരു കോടതി ക്രൈസ്റ്റ് കോളേജാണ്, കുറേയധികം സിനിമകളിൽ കോടതി രംഗങ്ങൾ അവിടെയാണ്. അതെ, അപ്പോൾ നമുക്ക് ക്രൈസ്റ്റ് കോളേജിലും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ നമുക്ക് ബഡ്ജറ്റ് ബേസിൽ അത് സെറ്റായില്ല. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ജോസഫ് കോളേജിൽ പോകുന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയാണ് നമ്മൾ ആ കോടതി സെറ്റ് ഇട്ടത്, ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജിൽ. അപ്പോൾ അവിടെ അത് സെറ്റ് ഇടുന്നു. അവിടെ നമുക്ക് ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ അയ്യന്തോളിലെ നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി പോയി കാണുന്നു. അപ്പോൾ അവിടെ കണ്ട സെയിം ഡിറ്റോ അല്ല, പക്ഷെ എന്നാൽ നമുക്ക് സിനിമാറ്റിക് ആക്കുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു മൂഡും ആ വർക്ക് ചെയ്യാനുള്ള സ്പേസും അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളത് സെറ്റ് ഇട്ടത്. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ അതിലൊരു 3 പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ മത്യൂസിൻ്റെ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഇവിടെയാണ് ചെയ്തത്. അതും തൃശ്ശൂരിനെയാണ് ചെയ്തത്, നമ്മുടെ മേജർ രാമവർമ്മപുരത്ത്. അതുപോലെ തന്നെ അതിൻ്റെ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നത്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ ചെയ്തത് തൃശ്ശൂർ തന്നെയാണ്. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ ബാക്കിലുള്ള ടെക്നിക്കൽ സ്കൂളിലായിരുന്നു. ആ സ്കൂളിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതും കുറേ നടത്തത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ്. കാരണം പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ട്, കേരളത്തിൽ ഇനി കാണാത്ത സ്ഥലമില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അധികം ഷിഫ്റ്റ് പാടില്ല, നല്ല അടുത്തായിരിക്കണം എന്നുള്ള ഇതിൽ പെർമിഷൻ പെട്ടെന്ന് അനുവദിച്ച് കിട്ടും വേണം. അങ്ങനെ ഇത് നമ്മൾ പറയുന്നത് കഥയിൽ, സിനിമയിൽ അറിയാം, നമ്മൾ കഥയിൽ പറയുന്നത് സിറ്റിയിൽ, അതായത് തിരുവനന്തപുരത്തെ ടൗണിലുള്ള തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ് നമ്മളതിൽ കാണിക്കുന്നത്. അത് നമ്മൾ ഈ തൃശ്ശൂർ, അപ്പോൾ ഒരു ടൗണിലായിരിക്കണം. അപ്പോൾ ഈ ടൗണിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്കി പരിപാടിയാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം എത്തുന്നത്, ഞാനൊരു ദിവസം ഇതേപോലെ അന്വേഷിച്ച് നടക്കുമ്പോൾ സാഹിത്യ അക്കാദമിയിലെ ബാക്കിലൂടെ വണ്ടിയായിട്ട് പോകുമ്പോഴാണ് ഈ ബിൽഡിംഗ് കാണുന്നത്. നേരെ കയറുന്നു, മാനേജറായിട്ട് സംസാരിക്കുന്നു, അവിടെ സാറായിട്ട് സംസാരിക്കുന്നു. സാറ് പറഞ്ഞു സുരേഷ് ഗോപി പടം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അങ്ങനെ അത് ഓക്കെ ആവുന്നു. ഇത് ഈ പറഞ്ഞ പോലെ അതിന് ഒരുപാട് ലൊക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ രീതിയിലും പിന്നെ ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ ഷിഫ്റ്റിങ്ങും പിന്നെ ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് റിസ്ക്കുകളൊക്കെ ഉണ്ടായിരുന്നു സിനിമയിലൂടെ. പക്ഷേ ആർട്ട് സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കുറേ ഡീറ്റെയിലിംഗ് പറയാണ്ട്, അപ്പോൾ അത്യാവശ്യം വർക്കുകളുണ്ടായിരുന്നു നമുക്ക്. JSK എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി ഇപ്പോൾ ഈ അടുത്ത പടങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞു വെച്ചിട്ടുള്ളതൊരു അർജുൻ അശോകൻ പടമാണ്. പേരൊന്നും ഇട്ടിട്ടില്ല. അതാണ് അടുത്തതായിട്ട് ജനുവരിയിൽ
സ്റ്റാർട്ട് ചെയ്യാൻ വരാനുള്ളത്. അപ്പോൾ വളരെ വ്യത്യസ്തമായ സിനിമകളിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ അസിസ്റ്റൻ്റായിട്ട് യാത്ര ആരംഭിച്ച് ഇപ്പോൾ ഒരുപാട് സിനിമകൾ, മുഖ്യധാരയിൽ തന്നെ സിനിമകൾ ഒരുപാട് ചെയ്തു. ഇനിയും ഇതിലെ പുതിയ പാഠങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമയിൽ വ്യത്യസ്തമായ സംവിധായകരുടെ ഒപ്പം ആ അനുഭവങ്ങളിലൂടെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ചില സ്വപ്ന പദ്ധതികൾ നമ്മുടെ മനസ്സിൽ സ്വപ്നമായിട്ട് അവശേഷിക്കുന്നതായിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ നമ്മുടേതായിട്ട് നമ്മുടെ സിഗ്നേച്ചറുമായിട്ട് പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ, ചില ആവനാഴിയിൽ ചില അമ്പ് സ്പെഷ്യലായിട്ട് വെക്കുമല്ലോ. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റ് അതിന് അവസരം വരുമ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ കാത്തു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? എങ്ങനെയുള്ള സബ്ജക്റ്റ് ആയിരിക്കും? ഒരു കലാ സംവിധായകനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. കാരണം നമുക്ക് ഇന്ന ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു സിനിമ എല്ലാം നല്ല സിനിമകൾ തന്നെയാണ്. പക്ഷേ എപ്പോഴും ബഡ്ജറ്റാണ് നമുക്ക് എന്തും ചെയ്യാം. അതെ അതെ. അപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഒരു നല്ലൊരു പ്രൊജക്റ്റ് വന്ന് അത്യാവശ്യം നല്ല ബഡ്ജറ്റും സിനിമ ഇതൊക്കെ ഉണ്ടെങ്കിലുള്ള ഒരു സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം എപ്പോഴും ഈ കോംപ്രമൈസ് വലിയ പ്രശ്നങ്ങളാണ്. കാരണം അത് മാത്രമല്ല, ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ പേര് പറയുന്നത് അതൊരു മോശം കാര്യമായിട്ടല്ല, അതായത് ആ രീതിയിൽ എടുക്കരുതെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. അതായത് എൻ്റെ അറിവിൽ MJ രാധാകൃഷ്ണൻ എന്നുള്ളൊരു ക്യാമറമാൻ ഉണ്ട്. അദ്ദേഹം ചെറിയ ചിത്രങ്ങളാണ് ചെയ്യാറുള്ളത്. പക്ഷെ എല്ലാ കാലത്തും അദ്ദേഹത്തെ ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആളായിട്ട് അദ്ദേഹം മാറിയൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിനിമകൾക്ക് മാത്രം അദ്ദേഹത്തെ വിളിക്കുക. ബഡ്ജറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതുപോലെ വലിയ ആൾക്കാരെ വിളിക്കും. ബഡ്ജറ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സന്തോഷ് ശിവനിലേക്ക് പ്രൊജക്റ്റ് ആലോചിക്കും. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നേരെ MJ രാധാകൃഷ്ണനിലേക്ക് പ്രൊജക്റ്റ് പോകും. അപ്പോൾ പക്ഷെ അത് രണ്ടുപേരും രണ്ട് രീതിയിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ചില സിനിമകൾ നമുക്ക് മറ്റേതരം സിനിമകൾ ചെയ്യാൻ ആഗ്രഹമില്ലാണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് അതിൻ്റെ നിർമ്മാതാവിനെ കരുതിയിട്ടായിരിക്കും, സംവിധായകനെ കരുതിയിട്ടായിരിക്കും, എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഏറ്റെടുക്കുക. പക്ഷെ നമ്മളതിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം എന്നെ സംബന്ധിച്ച് ഇനി നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ, കാരണം കോംപ്രമൈസ് പല രീതിയിലും നമ്മളെ ബാധിക്കാറുണ്ട്. അത് ബാധിച്ചിട്ടുണ്ട്. കാരണം പല സമയങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു ചിത്രപ്പേരുകളൊക്കെ ചിലപ്പോൾ എന്താ സിനിമ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ അവിടെ എന്താ ഇങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കാനുള്ള കാരണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു കഥ പറയുമ്പോഴോ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ ആദ്യം പറയുന്നത് ഇതൊരു ചെറിയ സിനിമയാണ്, കൂടെ നിൽക്കണം. നമ്മൾ ശരി കൂടെ നിൽക്കാം എന്ന് തന്നെ പറയാറുണ്ട്. ഈ കൂടെ നിന്ന് നമ്മൾ ചിലപ്പോൾ നിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മാക്സിമം ഔട്ട്പുട്ട് ഇട്ടുണ്ടായിരിക്കും. നമ്മളെന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ ചിലപ്പോൾ പറയുന്നു, അയ്യോ അതൊന്നും ഉണ്ടായിട്ടല്ല ഈ സിനിമ ഓടുന്നത്, അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ഓടിയത്. തിരിച്ച് നമ്മളോട് ചോദിക്കും. നമ്മുടെ ഫ്രെയിമല്ല, നമ്മളെ ക്രിയേറ്റിവിറ്റി, നമ്മളെ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരാളെ വിളിക്കുന്നത് തീർച്ചയായിട്ടും അയാളുടെ കോൺട്രിബ്യൂഷന് എൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ ഒരു സിനിമയുടെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, ആ സാധനം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതിന് നമ്മൾ ഒരു മജീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ആർട്ട് ഡയറക്ടറെ കാണാൻ പറ്റില്ല. അപ്പോൾ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളത് ചോദിക്കുമ്പോൾ അത് കിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കവിടെ വാല്യൂ ഇല്ല. അപ്പോൾ അത് ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും അത് നമ്മളെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ ബാധിക്കുക എന്നുള്ള വിഷയമൊക്കെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കാറ്. ആവശ്യപ്പെടുന്ന ബഡ്ജറ്റ് ഉണ്ടോ? യെസ്, അതെ. ബ്രഹ്മാണ്ഡ സിനിമയ്ക്കുള്ള ബഡ്ജറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളൊരു കഥയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനുമായിട്ട് ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആ പ്രൊജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന മിനിമൽ ബഡ്ജറ്റ് എങ്കിലും വേണം. ആ ബഡ്ജറ്റ് ഇല്ലാതെ ഈ പറഞ്ഞ എല്ലാവരും സ്ഥിരമായിട്ട് പറയുന്ന കൂടെ നിൽക്കണം എന്നുള്ള ഒരൊറ്റ ഡയലോഗില് നമ്മൾ ലോക്കാവാൻ നമുക്കിനി. അതെ, അല്ല അതെന്ന് വെച്ചാൽ ഇത് ഒരു ക്രിയേറ്റീവ് പരിപാടിയാണ്. നമ്മളെന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പറഞ്ഞ പോലെ ഒഴിഞ്ഞു വെച്ച ജീവിതങ്ങളാണ്. അപ്പോൾ നമ്മളെന്തായാലും സിനിമ വിട്ടിട്ട് വേറൊരു പരിപാടി നമ്മൾ പോവില്ല. അപ്പോൾ നമ്മൾ സിനിമ തന്നെയാണ് നമ്മുടെ അന്നം. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു മുതുകാടാവാൻ നമുക്ക് എന്തായാലും പറ്റില്ല. പക്ഷേ എന്നാൽ നമ്മളതിൻ്റെ സപ്പോർട്ടീവായിരിക്കും, നമ്മളതിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷേ ആ കൂടെ ആകുമ്പോൾ പോലും അതിൻ്റെ സപ്പോർട്ടീവായിട്ട് വരുന്ന ഇപ്പോൾ പ്രൊഡ്യൂസറായാലും ഡയറക്ടറായാലും എല്ലാ ഭാഗവും ഒന്നാകുമ്പോൾ ഇതൊരു സിനിമ ഒരു ടീം വർക്കാണ്.
അപ്പോൾ ആ ടീം ഒന്നാകുമ്പോഴേ നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു മാജിക്കും കാണിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ സിനിമകൾ ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്? പുതിയ സിനിമ ജനുവരിയിലാണ് ഒരു പടം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ടൈറ്റിൽ ഇട്ടിട്ടില്ല. അർജുൻ അശോകൻ്റെ ഒരു സിനിമയാണ്. പുതിയൊരു ഡയറക്ടറാണ് പുതിയതായിട്ട് വരാനുള്ളത്. ഈ നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിലെ എല്ലാ ചലനങ്ങളും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും ഈ പുതിയ തലമുറയുടെ ഒപ്പം നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ഇഷ്ടപ്പെട്ട വർക്കുകൾ, ഇപ്പോൾ കൂടെയുള്ളവരെ വർക്കുകൾ നമ്മളെ പ്രചോദിപ്പിക്കാറുണ്ട്. നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരിക്കലും അവരുടെ വർക്കുകൾ അനുകരിച്ചുകൊണ്ടായിരിക്കില്ല. പക്ഷെ എന്നാലും നമ്മളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുണ്ടായിരിക്കും. കൂടെയുള്ളവരെ പറ്റിയിട്ട് നല്ലത് പറയാൻ ചിലപ്പോൾ പലരും മടിക്കും. പക്ഷേ അത് വേറെ രീതിയിൽ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ താങ്കളെ സംബന്ധിച്ച് താങ്കളെ പ്രചോദിപ്പിച്ച ഈ അടുത്ത കാലത്ത് സിനിമയിലുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? പല സിനിമകൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റിയ സിനിമയാണ് നമ്മുടെ അജയൻ ചാലിശ്ശേരി മഞ്ഞുമൽ ബോയ്സ്. അത് സത്യത്തിൽ എനിക്ക് തോന്നിയുള്ളത് നമുക്കൊന്നും അങ്ങനെ കാരണം ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം അതൊരു ആർട്ട് ഡയറക്ടർ കഴിവ്. കാരണം ആ ആർട്ട് ഡയറക്ടർ ഇല്ലെങ്കിൽ ആ സിനിമ ഇല്ല എന്നുള്ളതാണ്. സെറ്റ് അടിക്കുക എന്നുള്ള സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഞാൻ ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞു, ഏജിങ് എന്ന് പറഞ്ഞ കാര്യം. നമ്മളൊരു കല്ലോ ഒരു പാറ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും അയാൾ ഇന്നാവുക, അല്ലെങ്കിൽ അയാൾ എക്സിറ്റ് ആവുക എൻട്രി ആവുന്ന സാധനമുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ആ പാറയിലോ കല്ലിലോ ഒരു പുല്ലുണ്ടാവുക എന്ന് പറയുന്ന സാധനമുണ്ട്. അതെല്ലാം ഭയങ്കര ഡീറ്റെയിലിങ്ങിൻ്റെ ഉസ്താദ് എന്ന് പറയാം അജയനെ സംബന്ധിച്ച്. എനിക്ക് ഞങ്ങൾ നല്ല ബന്ധമാണ്. പക്ഷേ ഞാൻ പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അജയൻ്റെ വർക്കുകളെല്ലാം. അതുപോലെ തന്നെ പുള്ളിയും ഈ പറഞ്ഞ പോലെ പുള്ളിയും പല പടങ്ങളും ചെയ്തിട്ട് അറിയപ്പെടാതെ ഇരുന്ന പല പടങ്ങളുണ്ട് പുള്ളിയുടെ ആർട്ട് വർക്കുകൾ. പക്ഷെ അത് അതുപോലെ നമ്മളൊരു ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ റിസൾട്ട് വരെ ഫൈനലി കുറേ കാലത്തിന് ശേഷമായിരിക്കും അത് വേറെ. അതുപോലെ ജ്യോതിഷ് ശങ്കർ, ഒരുപാട് പേര് മലയാള സിനിമയിൽ അങ്ങനെ നല്ല ഗംഭീരമായിട്ട് സിനിമേനെ നോക്കി കണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് എന്നാൽ ഇതേപോലെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പടത്തിൻ്റെ വിജയമായിരിക്കും എപ്പോഴും. ഇന്നലെ ചിലപ്പോൾ ആ സിനിമ ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആർട്ട് ഡയറക്ടറും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ സുനിൽ ബാബു സാർ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. അപ്പോൾ പുള്ളിയുടെ സിനിമകൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ അനന്തഭദ്രം, അതുപോലെ തന്നെ ഭീഷ്മപർവം, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ ഒരു ഓണർ എടുത്തു നോക്കാൻ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഈ പറഞ്ഞ 3 സിനിമകളും വ്യത്യസ്തമാണ്. അതെ. പിന്നെ ചില സിനിമകൾ ആൾക്ക് ചില കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. മലയാളത്തിൽ 1-2 സിനിമകൾ തുടങ്ങി വെച്ചിട്ട് പിന്നെ പുള്ളി പിന്മാറിയിട്ടുണ്ട്. പക്ഷേ ആൾ ഈ പറഞ്ഞ പോലെ ഗംഭീര ആർട്ട് ഡയറക്ടറാണ്, പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയാം. അപ്പോൾ ആളുടെ ഈ പറഞ്ഞ പോലെ സീതാരാമൻ എന്നുള്ള സിനിമ പോലും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ പോലെ സിനിമകൾ, അങ്ങനെ പല ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ പല ആർട്ട് ഡയറക്ടേഴ്സും ഉണ്ട് മലയാള സിനിമയിൽ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ബാവക്ക സ്റ്റേറ്റ് അവാർഡുകൾ കുറേ മേടിച്ചിട്ടുണ്ടെങ്കിലും ചില രീതിയിൽ എന്നുവെച്ചാൽ അത് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് അന്ന് പല സിനിമകളും ഉണ്ടായിട്ടുള്ളതും പല സിനിമകൾ സംഭവിച്ചിട്ടുള്ളതും. അതിൻ്റെ ആർട്ടിൻ്റെ പിന്നിലായാലും അന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പെയിൻറ്റേഴ്സ് അല്ലെ, ഇന്ന് ഇഷ്ടംപോലെ സെക്ഷൻ ഉണ്ട്. ഒരു ആർട്ടിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർക്ക് സ്കെച്ച് ചെയ്യാനായിട്ടൊരു സെപ്പറേറ്റ് ആളുണ്ടായിരിക്കും, ഒരു ആർട്ടിസ്റ്റ്, കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും, പെയിൻറ്റർ ഉണ്ടായിരിക്കും, വെൽഡർ ഉണ്ട്, കാർപ്പൻറ്റർ, ഇങ്ങനെ ഇലക്ട്രീഷ്യൻസ്, ഇങ്ങനെ ഒരുപാട് സെക്ഷൻ ഇന്നുണ്ട് നമുക്ക്. ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന പോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ. ഇപ്പോൾ ടോട്ടൽ ഒരു സിനിമേനെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു ടോട്ടൽ ഫ്രെയിമിന് ഇന്നതായിരിക്കും, ഇന്നതായിരിക്കും അവിടുത്തെ ലൈറ്റ് പാലറ്റ്, ലൈറ്റിൻ്റെ സോഴ്സ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ വാമായിരിക്കും, അല്ലെങ്കിൽ ബ്രൈറ്റ് വൈറ്റ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഇന്ന കളറായിരിക്കും, ആ കളറിൻ്റെ ടോണായിരിക്കും കോസ്റ്റ്യൂമിന്, അതിന് മാച്ച്, അങ്ങനെ അതായിരിക്കും നമ്മൾ കളർ ഇങ്ങനെ ടോട്ടൽ പറയുന്ന ഒരാളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞ ഒരാൾ. അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും ആർട്ട് ഡയറക്ടർ. അപ്പോൾ നമ്മളപ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ ആർട്ട് ഡയറക്ടർക്ക് പണിയൊന്നും ഇല്ലയെന്ന്. പക്ഷേ അതല്ല, എന്നാൽ പോലും അതെല്ലാവർക്കും
ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ആർട്ട് ഡയറക്ടർ ഇതെല്ലാം പറഞ്ഞിട്ട് വെറുതെ നിൽക്കാനോ പറ്റില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരു ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് ഒരു പ്രോപ്പർട്ടി എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് ടച്ച് ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റിയാൽ അതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം. കാരണം നമ്മളൊരു സിനിമയുടെ ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു നോർമലി ഒരു കൂലിപ്പണിയല്ല. ഇത് മറ്റേ ഇന്നാൾ അജയൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കട്ടപ്പണിയാണ്. കാരണം ഇതൊരു ടീമായിട്ട് നിന്നിട്ട് ഫ്രെയിമിൽ എങ്ങനെയാണോ ചിലപ്പോൾ ഇപ്പോൾ വെച്ച ഫ്രെയിം ആയിരിക്കില്ല സെക്കൻഡ് കൊണ്ട് മാറുന്ന ഫ്രെയിം. കാരണം നമ്മൾ ഒരു ഫ്രെയിം വെച്ചിട്ട് ആ ഫ്രെയിമിൽ നമ്മളൊരു സാധനം ഫില്ല് ചെയ്ത് ചിലപ്പോൾ നിമിഷ നേരം കൊണ്ടായിരിക്കും ആ ഫ്രെയിം മാറ്റി പൊളിച്ച് ഒരു 10 വർഷം ബാക്കിലോട്ട് പോകുന്ന ഫ്രെയിം. മീൻസ് ക്യാമറ നമ്മൾ പൊളിക്കുന്നില്ല, ക്യാമറയുടെ ഫ്രെയിം അതുതന്നെ ആയിരിക്കും. ക്യാമറയുടെ എന്താ പറയുക ലുക്കും അല്ലെങ്കിൽ ആ ഫ്രെയിമിങ് കറക്റ്റ് ആയിരിക്കും, സ്റ്റില്ലായിരിക്കും. പക്ഷേ ബാക്ക് ഡ്രോപ്പ് മാത്രമായിരിക്കും മാറുക. ഈ മാറുന്ന ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കും. ആ ടൈമിൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നമുക്ക് തന്നിട്ട് അതൊന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറുടെ കഴിവ് കാണിക്കുക എന്ന് പറയുന്ന സാധനം. അങ്ങനെയുള്ള ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പല സിനിമകളും നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റിൽ നമ്മൾ ഒരു പെയിൻറ് ചെയ്യാൻ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. പണ്ട് അത്രയും ഇല്ലായിരുന്നു എന്ന് പറയാം. പണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഭരതനാണെങ്കിലും ഐ.വി. ശശിയാണെങ്കിലും കലാ സംവിധാന രംഗത്ത് നിന്നാണ് പിന്നീട് സംവിധായകരായിട്ട് മാറുന്നത്. ഉദയ സ്റ്റുഡിയോയിലെ സെറ്റിൽ പെയിൻ്റ് അടിക്കുന്നവരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റെഫി സേവ്യറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അവരൊരു കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു. സംവിധാന മോഹങ്ങളുണ്ടോ ഉള്ളിൽ? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഭരത് സാറിനെ കേട്ട് ഭയങ്കരമായിട്ട് വാച്ച് ചെയ്ത്. കാരണം അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് അയാളെക്കുറിച്ചൊക്കെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇയാൾ അപ്പോൾ പുള്ളി ശരിക്കും തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലാണ് പുള്ളി പഠിച്ചത്, ഭരത് സാറ് പഠിച്ചത്. അപ്പോൾ പുള്ളിയുടെ അമ്മാവനായ പി എൻ മേനോൻ ഈ പറഞ്ഞ പോലെ ഡയറക്ടറായി അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ട് അന്ന് സിനിമ കേരളത്തിലല്ലല്ലോ, ചെന്നൈയിലാണ്. അപ്പോൾ പി എൻ മേനോനാണ് ശരിക്കും ഭരത് സാറിനെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്മാവനാണ്. അപ്പോൾ അമ്മാവൻ എന്നുള്ള രീതിയിൽ പുള്ളി അവിടെ വിളിക്കുന്നു, കൊണ്ടുപോയിട്ട് ആദ്യം ഭരത് സാറിനോട് പറയുന്നത് എന്താ, കുറേ സെറ്റുകളുണ്ട്, സെറ്റിന് പെയിൻ്റ് അടിക്കാനാണ്. പുള്ളി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പിന്നെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പോസ്റ്റർ മേക്കിംഗ് ആണ്. അപ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സൊന്നും അറിയില്ല, അത് ആരാണ് എന്താണെന്ന് അറിയില്ല. പുള്ളി പെയിൻ്റ് അടിക്കുന്ന ഒരാൾ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി അവിടെ നടക്കുന്ന സിനിമകൾക്കെല്ലാം അയാളുടെ കണക്ഷൻ, അമ്മാവൻ എന്നുള്ളൊരു ബന്ധമുള്ള കാരണം അമ്മാവൻ പറഞ്ഞു എൻ്റെ പടത്തിൽ നിങ്ങൾക്ക് നീ പോസ്റ്റർ ചെയ്യൂ. അപ്പം അന്ന് ഈ ഡിജിറ്റൽ പരിപാടിയെല്ലാം കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്, എല്ലാം ഹാൻഡ് വർക്കാണ്, ബ്രഷ് വർക്ക് എന്നൊക്കെ. അപ്പം അന്ന് കട്ട് ഔട്ട് ചെയ്തിട്ട് ഞാനൊക്കെ എൻ്റെ കാലത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പോസ്റ്ററൊക്കെ ചെയ്തിരുന്നത് പടം എടുത്തിട്ട് ഒരു സ്റ്റില്ല് പോയാൽ പോയി. അപ്പോൾ ആ ഒരു സ്റ്റില്ല് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുറിച്ച് വെട്ടി ഒട്ടിച്ച് പിന്നെ മാറ്റർ എഴുതി ഫോണ്ടുകളൊക്കെ എഴുതി, ഫോണ്ടൊക്കെ ആദ്യം വേറെ എഴുതി നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്ന ആളാണ് ശരിക്കും പറഞ്ഞത് സാറ്. അവിടെ നിന്നാണ് പിന്നെ പുള്ളി കലാസംവിധാനത്തിലേക്കുള്ള ഒരിത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ 1-2 ദിവസങ്ങളിലായിട്ട് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ പിന്നിലാണുള്ളത്. അപ്പോൾ അത് എൻ്റെതല്ല സ്ക്രിപ്റ്റ്, വേറൊരു നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. പുള്ളി ഏകദേശം 4ഓളം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. എന്തായാലും അത് സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ കലാ സംവിധായകർ സിനിമ ചെയ്യുമ്പോൾ എന്നും നല്ലത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വഴിയിൽ പുതിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കട്ടെ. കലാസംവിധാനം ജയൻ ക്രയോൺ എന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ സംവിധാനം ജയൻ ക്രയോൺ എന്നുള്ളൊരു പേരും എത്രയും പെട്ടെന്ന് തന്നെ സിൽവർ സ്ക്രീനിൽ തെളിയാനായിട്ട് ഇടവരുത്തട്ടെ. എല്ലാവിധ വിജയാശംസകളും. ഒപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ആർട്ട് ഡയറക്ഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്കുള്ള കുറേ പാഠങ്ങൾ കൂടിയാണ്. കാരണം എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ ഒരു കഥ രൂപപ്പെടുന്നു, സംവിധായകനോട് അത് പറയുന്നു, പ്രൊജക്റ്റ് അത് ഡിസൈൻ ചെയ്യുന്നു, അത് ക്യാമറയിലാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കുള്ളൊരു വാതിൽ കൂടിയാണ് ഈ ഒരു അഭിമുഖ സംഭാഷണം എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി.